മാലൊഴിഞ്ഞി മാരണം തെളിയും മണ്ണുപോറോ തേടിക്കെട്ടിയോ രണ്ടപ്പുറം പൂവന്മാര് പടിഞ്ഞാറത്തന്നെ വിളിക്കും പുറം വന്ന് ഉള്ളടേ ആൻഡ് എൻ്റെ ഉള്ളിലൊരു ചേഞ്ച് ഞാൻ ശ്രദ്ധിച്ചതെന്താണെന്ന് വെച്ചാൽ ദർ ഹാസ് ഓൾവേസ് ബീൻ എ സെൻസ് ഓഫ് ഫിയർ. വാട്ട് വിൽ ഫാമിലി തിങ്ക്, വാട്ട് വിൽ പീപ്പിൾ തിങ്ക്, ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫിയർ ഈസ് ഫിയർ ഓഫ് അപ്രോച്ചിങ് എ വിമൻ ഐ ഹാവ് ലിറ്റിൽ ഇൻട്രസ്റ്റ് ടുവേർഡ്സ്. ദാറ്റ് ഹാസ് ബീൻ മൈ ബിഗ്ഗസ്റ്റ് ഫിയർ. ഓക്കെ, എന്നിട്ട് നമുക്ക് ആശാൻ ആ സമയത്ത് നമുക്കൊരു പേടിയും, ഭയങ്കര പേടിയാണ്. ആശാൻ്റെ അടുത്ത് നിൽക്കാൻ പോലും നമുക്ക് ഭയങ്കര പേടിയാണ് ആ സമയത്ത്. അപ്പോൾ അടുത്ത ദിവസം ഞാൻ വന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ നേരെ കളരിക്കകത്ത് കയറി വിളക്കെത്തിച്ചു. ആശാൻ വന്ന് വാല് പറഞ്ഞു, ആരോട് ചോദിച്ചിട്ട് വിളക്കെത്തിച്ചത് ചോദിച്ചു. എനിക്കാണ് തീർന്നത്. പിന്നീട് എനിക്കെല്ലാം ഞാൻ പെട്ടെന്ന് പേടിച്ചു. ഇത് നമസ്കാരം എവരി വൺ, വീണ്ടും ഒരു മലയാളം എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഗസ്റ്റ് എൻ്റെ ഡിയർ ഫ്രണ്ട്, ബ്രദർ, കളരി ഗുരുക്കൾ അല്ലെങ്കിൽ ആശാനായ അരവിന്ദാണ്. നമസ്കാരം അരവിന്ദ്, വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ കൂടുതൽ അരവിന്ദിൻ്റെ ജീവിതത്തെക്കുറിച്ചായിരിക്കും നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി നമ്മുടെ മ്യൂച്വൽ ഫ്രണ്ടായ അർച്ചനാക്ക കളരിയെക്കുറിച്ച് വളരെ ഒരു ഇൻഡെപ്തായ പോഡ്കാസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചെയ്യുന്നതായിരിക്കും. സോ ഹൗ ആർ യു ടുഡേ? കൊള്ളാം, നന്നായി തന്നെ പോകുന്നു കാര്യങ്ങളൊക്കെ. നമ്മൾ പോഡ്കാസ്റ്റിന് മുന്നേ ഡിസ്കസ് ചെയ്തായിരുന്നു ഇൻട്രോയ്ക്ക് എനിക്കൊരു 5 മിനിറ്റ് തന്നെ. അതെ അതെ, ബിക്കോസ് പോഡ്കാസ്റ്റിൽ ഞാനൊരു തെറാപ്പി സെഷൻ പോലെയാണ് കരുതുന്നത്. ഓക്കെ, എൻ്റെ ജീവിതത്തിലുണ്ടായ കുറച്ച് കാര്യങ്ങളും, അതായത് ഡേ ടു ഡേ ഇപ്പം അപ്ഡേറ്റ് ആയ കുറച്ച് കാര്യങ്ങൾ എനിക്ക് എന്തോ ഞാനത് വീഡിയോയിൽ ക്യാമറയിൽ ഷെയർ ചെയ്യുമ്പം ഐ ഫീൽ എ സെൻസ് ഓഫ് റിലീഫ് ദാറ്റ് ഇറ്റ് ഈസ് ഔട്ട് ദെയർ ആൻഡ് ഐ ഫീൽ വെരി ലൈറ്റ്. മനസ്സിലായി. അപ്പം ഞാൻ ഈ അപ്പം വാക്ക് കുറച്ച് കൂടുതൽ യൂസ് ചെയ്യും, അതും കുറച്ച് കുറയ്ക്കണം. ഇംഗ്ലീഷിൽ ഞാൻ യൂനോ എന്ന് യൂസ് ചെയ്യും, മലയാളത്തിൽ അപ്പം യൂസ് ചെയ്യും. അപ്പോൾ അതൊന്ന് കോൺഷ്യസ് ആയിട്ട് കുറയ്ക്കാം. സാരമില്ല. കളരി എങ്ങനെ എൻ്റെ ജീവിതത്തിൽ വന്നു എന്നുള്ളതാണ് ഞാൻ ആദ്യം ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ അറ്റ് ദാറ്റ് ടൈം ഐ വാസ് ഗോയിങ് ത്രൂ എ ഡിവോഴ്സ്. ഇറ്റ് വാസ് എ ബിറ്റ് ഹാർഡ് ഫോർ മീ ആൻഡ് ഐ വാസ് ഫീലിംഗ് എ സെൻസ് ഓഫ് ആങ്കർ ആൻഡ് റിസെൻമെൻറ്റ്. ഒരു ദേഷ്യവും ഒരു അലിഷ്യവും, എന്നെക്കൊണ്ട് ഇതൊന്നും നടന്നില്ലല്ലോ, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്നു. അപ്പോൾ ഞാൻ സദ്ഗുരുവിൻ്റെ പ്രാക്ടീസസ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ സെൻസ് ഓഫ് റിലീഫ് ആൻഡ് ഗ്രൗണ്ടിങ് ഫോർ മീ. ബട്ട് ഐ റിയലൈസ്ഡ് ദാറ്റ് ദിസ് എക്സ്ട്രാ എനർജി ഐ ഹാവ് ടു സ്പെൻഡ് സംവെയർ. ആൻഡ് ഐ ന്യൂ മൈ ഫ്രണ്ട്, അവർ ബ്രദർ ഡോൺ വാസ് ഹാവിങ് ഹിസ് കളരി ഇൻ പെരുമ്പാവൂർ. അങ്ങനെയാണ് ഞാൻ ഡിസൈഡ് ചെയ്തത് that I will go there and practice Kalari. Initially, I didn't think that I would learn it for a lot of time. I just went for a relief. But after some time, just being with him, doing the practices, really helped me a lot. So I went there for an year. And somehow I realized I want to learn more. Because I was not being regular. പെരുമ്പാവൂർ ആയത് കാരണം പോയി വരാനുള്ളൊരു ദൂരമുണ്ട്. ഞാൻ തന്നെ ഒറ്റയ്ക്ക് വണ്ടി എടുത്ത് പോകുന്നു, ഒരു കൂട്ടില്ല, അവിടെ പോയി ചെയ്യുന്നു, തിരിച്ച് വരുന്നു. അപ്പോൾ പയ്യെ അത് കുറച്ച് ഇറഗുലറായി തുടങ്ങി. അങ്ങനെയാണ് അരവിന്ദിൻ്റെ ഇൻസ്റ്റാഗ്രാം ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡോണാശാൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിങ്ങനെ അരവിന്ദിൻ്റെ അടുത്ത് കുറച്ച് നാൾ പഠിക്കാൻ പോകും, ഇടയ്ക്കിടയ്ക്ക് ഡോണാശാൻ്റെ അടുത്ത് വരാം. പക്ഷേ പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ അരവിന്ദാശാൻ്റെ അടുത്ത് വന്ന് പഠിച്ചു. ആൻഡ് ഐ റിയലി ലൈക്ക് ദ വേ യു ടീച്ച്. ബിക്കോസ് കളരി ഐ ഫീൽ ഈസ് എ ബിറ്റ് കോംപ്ലിക്കേറ്റഡ് വിത്ത് ലോട്ട് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, വാഴ്ത്താരി. ബട്ട് യു ബ്രേക്ക് ഇറ്റ് ഡൗൺ സോ എഫേർട്ട്ലെസ്ലി. ആൻഡ് ദ കമ്മ്യൂണിറ്റി യു ഹാവ് ക്രിയേറ്റഡ്, ഐ നോട്ടീസ് kids, elderly people, women, especially women, they find a sense of security when they come to Nilam Kalari. ആൻഡ് എൻ്റെ ഉള്ളിലൊരു ചേഞ്ച് ഞാൻ ശ്രദ്ധിച്ചതെന്താണെന്ന് വെച്ചാൽ ദർ ഹാസ് ഓൾവേസ് ബീൻ എ സെൻസ് ഓഫ് ഫിയർ. വാട്ട് വിൽ ഫാമിലി തിങ്ക്, വാട്ട് വിൽ പീപ്പിൾ തിങ്ക്,
But the most important fear is fear of approaching a woman Okay. that I have little interest towards. That has been my biggest fear, okay? So, recently, while I was traveling, I met a lady, a very nice lady, charming lady, very beautiful, very devoted to Sadhguru, Isha, and very nice person actually. And somehow I realized I started having a liking towards her. And earlier me would have just said, okay, good, but I would have never approached early. But this time I noticed there was no sense of fear within me. So I thought, kittiya kitti ille pulli. Okay. It is my responsibility to at least ask. And I felt maybe she also likes me. Okay. So I thought I should definitely ask. And I asked her. But due to her own reasons, she said no. നമ്മുടെ ജീവിതത്തിൽ പെട്ട്. And from childhood, I have a certain sort of inferiority within me. That I am black in color, women won't like me. This has always been a part of me. And no one has really addressed it properly. That it's okay, you are good looking. You're nice, women will like you. No one has addressed it. So I know I am decently okay looking. Maybe not Salman Khan or anyone, but I am decently good looking and women might like me. But when that lady said no to me, all these things started popping up. എന്തുകൊണ്ടാണ് ആ കുട്ടി നോ പറഞ്ഞത്, എൻ്റെ എന്തെങ്കിലും ലാക്കിംഗ് ആണോ? നോ, അഗെയിൻ എ യൂഷ്വൽ മീ വുഡ് ഹാവ് ജസ്റ്റ് കെപ്റ്റ് ഇറ്റ് സപ്രസ്ഡ്. ഞാൻ ഓർക്കും കുറേ സാധന ചെയ്ത് അത് മാറും, ഐ ജസ്റ്റ് ഡു അതർ തിങ്സ് ആൻഡ് ഇറ്റ് വിൽ ഗോ അവേ. ബട്ട് ദിസ് ടൈം ഐ ഡിസൈഡഡ് ടു കോൾ വൺ ഓഫ് മൈ ക്ലോസ് ഫ്രണ്ട്സ്, ജിബിൻ. എൻ്റെ കോളേജിൽ പഠിച്ച ഫ്രണ്ടാണ് ജിബിൻ. സോ ഐ ടോൾഡ് ഇൻ, ജിബിൻ ഇങ്ങനെയൊക്കെയാണ് ആളിയാ നടന്നത്. സോ വൺ തിങ് ഹി ടോൾഡ് മീ, ഐ എം സെയിങ് ദിസ് ബിക്കോസ് ഐ വോണ്ട് ടു, I hope he is listening to it. And I'm really grateful for what he said to me that day. He told me, man, if I had a sister, I would want her to marry you. He doesn't have a sister. Okay. But it was his brotherly love for me. And that really helped me pass through that phase very effortlessly. But why I'm saying it is, an earlier me thinking a fearful state would not have called Jibin, thinking what he would have thought. From that lady, but even though it happened like that, I realized what is it that I am looking for in a girl? What is it that I value in a woman? What is it that I want in a partner? So even though it did not work out, there was a certain growth within me and a certain clarity that developed because of it. Then after some time, another lady came, a proposal came. Okay. So there are certain things that I have always wanted to talk to my parents and family. There are certain dynamics that I always wanted to clear. So when this proposal came, another beautiful girl, a very nice lady, even that did not work out due to certain reasons. Maybe in some other podcast I'll share it. What I'm telling is, I was able to do all those things because there was not a sense of fear within me. And when I look at it, it is definitely because of Kalari. Practicing it daily, doing the weapons daily with you and everyone. And I also feel that I have a community where you are there, Joshanna, Roshnaka, Priya Chechi, all these people, again, all these people, these people are there, which really helps me and supports me. And I would like to first of all thank all the gurus, right from Adiyogi, Agastya Muni, Parshuram, C.V. Narayanan Gurukal, Shaji Gurukal, Vasudev Gurukal, Don Ashan, Arvind Ashan, Tejas Ashan, every master before beginning the podcast. So a big bow down to all of them for making this art still available. നമുക്കെല്ലാം അവൈലബിൾ ആയിട്ടിരിക്കണേന്. ഞാൻ ഇത്ര ഇംഗ്ലീഷ് പറഞ്ഞെന്താന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ തോട്ട്സ് കുറച്ച് ഇംഗ്ലീഷിലാണ് വർക്ക് ചെയ്യണത്. മലയാളം കുറച്ച് ഞാൻ പറയുമ്പോൾ കുറച്ച് സ്ഫുടത കുറവാണ്. അപ്പോൾ നമുക്കിനി അരവിന്ദാശാൻ്റെ ജേണി കവർ ചെയ്യാം. ഞാനിത് പറഞ്ഞെന്താന്ന് വെച്ചാൽ, ഐ വോണ്ട് ദ ഓഡിയൻസ് ടു നോ എന്താണ് കളരി എനിക്ക് വേണ്ടി ചെയ്തത്. ഒരു ഒത്തൻറ്റിക് രീതിയിൽ ഇതൊക്കെയാണ് നടന്നത്. ഞാൻ വലിയ യോദ്ധാവോ 10 പേരെ ഇടിക്കാനുള്ള കേപ്പബിലിറ്റി ഒന്നും ആയിട്ടില്ല. ഹോപ്പ്ഫുള്ളി ഇൻ 5-10 years അങ്ങനെയൊക്കെ ആകണമെന്നാണ് ആഗ്രഹം. 5-10 years കേട്ടോ, വലിയ എത്രയൊക്കെ ടൈം എടുക്കും എന്ത് പഠിക്കണമെന്ന് എനിക്കറിയാം. അപ്പം നമുക്ക് ഈ പോഡ്കാസ്റ്റിൽ അരവിന്ദാശാൻ്റെ ജേണി കവർ ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ അർച്ചനക്ക് ഓൾറെഡി കളരീനെ കുറിച്ച് നല്ല ഇൻഡെപ്ത് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കളരി കവർ ചെയ്യാം. But I just want
this podcast be for our Nilam Kalari people to get to know you. So wherever you would like to start, അരവിന്ദിൻ്റെ ചൈൽഡ്ഹുഡ്, എവിടെ ജനിച്ചു, അച്ഛനെ അമ്മയെ കുറിച്ച്, അനിയത്തിയെക്കുറിച്ചും. ഓക്കെ, പറയാം. ഓക്കെ, എൻ്റെ നാട് വൈക്കമാണ്. വൈക്കത്ത് തന്നെ മാരാമീട് എന്ന് പറഞ്ഞിട്ട്, തലയാഴം പഞ്ചായത്തിലെ മാരാമീട് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേസ്, വളരെ ചെറുതായിട്ടുള്ളൊരു പ്ലേസാണ്. ഓക്കെ, അവിടെയാണ് എൻ്റെ വീട്. അച്ഛൻ, അമ്മ, അനിയത്തിയാണുള്ളത്. അച്ഛൻ അമ്മച്ചിയും സാധാരണ കൂലിപ്പണിയും പണ്ട് കാലത്ത് കൊയ്ത്തിന് പോകുന്നു, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നു. അനിയത്തിയാണെങ്കിൽ ഇപ്പോൾ BSc നേഴ്സ് കഴിഞ്ഞിട്ട് നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഫാമിലി ഇതെന്ന് പറഞ്ഞാൽ. പിന്നെ ഞാൻ ഏതാണ്ട് ഒരു വയസ്സ് തൊട്ട് 15 വയസ്സ് വരെ, അതായത് 10ാം ക്ലാസ് പഠിക്കുന്ന വരെ വീട്ടിൽ നിന്നിട്ടുള്ളൂ. ബാക്കി ഫുൾ ടൈം കളരിയായിട്ടുള്ളൊരു ലൈഫായിരുന്നു പിന്നീട് വന്നത്. 15, അതായത് 10ാം ക്ലാസ് വരെ ഞാൻ വീട്ടിൽ നിന്നു. ആ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ സാധാരണ നമ്മൾ ഒരു 90s കിഡ്സിൻ്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും, ലൈക്ക് നമുക്ക് പ്രത്യേകിച്ച് പറയുന്ന ഇന്നത്തെ തരത്തിലുള്ള ടെക്നോളജികളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടം. നമ്മൾ ഈ പറയുന്ന പോലെ തോട്ടിൽ ചാടി നടക്കുന്നു, മീൻ പിടിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ആ ഒരു രീതിയിൽ ഭയങ്കര ഒരു ഫിസിക്കലി ആക്റ്റീവ് എന്ന രീതിയിൽ നമ്മൾ ഭയങ്കരമായിട്ടും ഈ പറയുന്ന മരത്തിൽ കയറുന്നു, അല്ലെങ്കിൽ ഇതുപോലെ കളിക്കുന്നു, ഓടുന്നു, ചാടുന്നു, മീൻ പിടിക്കാൻ പോകുന്നു. ചില സമയങ്ങളിൽ അടുത്തുള്ള അമ്പലങ്ങളിൽ പോകുന്നു, അവിടുത്തെ സപ്താഹത്തിന് പോകുന്നു, ഉച്ചയ്ക്ക് ചോറുണ്ണാൻ പോകുന്നു. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്ന സമയം. ആ സമയത്തൊന്നും എൻ്റെ ജീവിതത്തിൽ ഈ കളരി എന്ന് പറഞ്ഞ സാധനം ഇല്ല. മീൻസ് ആകെ കൂടി അറിയാവുന്നത് അമ്മയുടെ വീട്ടിൽ ഈ പറയുന്ന മാമനും കസിൻസൊക്കെ കളരിയിൽ പോകുന്നു, അങ്ങനെയുള്ളൊരു രീതി കാണാം. പിന്നെ ഈ വേനൽക്കാലത്ത് മീൻസ് സ്കൂൾ അടയ്ക്കുന്ന സമയത്ത് അമ്മ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ ഇവരുടെ കുറച്ച് ഫോട്ടോസ് കാണാം. പിന്നെ എനിക്കൊരു കളറിയെ പറ്റി ഓർമ്മയുള്ളത്, ഈ എൻ്റെ കസിൻ ചേട്ടനുണ്ട്, മനോട്ടൻ, ഞാൻ പാപ്പയെന്നാണ് വിളിക്കുന്നത്. പാപ്പ ഇങ്ങനെ കളരി പോയിട്ട് തിരിച്ച് വന്നിട്ട് ഈ നമ്മളെ കച്ചയും ലെങ്കോട്ടിയും അതുപോലെ തോർത്തൊക്കെ ഇങ്ങനെ അലക്കി വിരിച്ചിടും. അത് കാണുമ്പോൾ എനിക്ക് ഇതെന്താ ഈ സാധനം എന്നുള്ളൊരു സാധനം. കച്ചയെ കാണുമ്പോൾ ചുവന്ന കച്ചയും ആ നിറമൊക്കെ കാണുമ്പോൾ, പിന്നെ ഈ ഫോട്ടോസൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്കിങ്ങനെ ഈ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നും. പക്ഷേ ആ സമയത്തൊന്നും എനിക്ക് പോകാനൊരു ധൈര്യം വന്നിട്ടില്ലായിരുന്നുള്ള ആ വാസ്തവം. അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ, അതിനകത്ത് അവർ പറയും വാളും പരിചയമുള്ള പയറ്റാണ്, അല്ലെങ്കിൽ അത് വരും ഇത് വരും, ചിലപ്പോൾ നമുക്ക് മുറിയും, അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയങ്ങളിൽ നമുക്ക് അങ്ങോട്ട് ചെല്ലാനുള്ളൊരു പേടിയും പോയി ചേരാനുള്ളൊരു ഇതും എൻ്റെ അടുത്ത് പിന്നെ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല കളരി പോയി ചേർന്ന് കഴിഞ്ഞാൽ നല്ലതായിരിക്കും, കളരി പോയി ചേര് അങ്ങനെയൊന്നും ആരും പറഞ്ഞു തന്നിട്ടുമില്ല. പിന്നീട് 10ാം ക്ലാസ് വരെ അങ്ങനെ അങ്ങ് പോയി മുന്നോട്ട് പോയി. അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, എനിക്ക് അമ്മ വീട്ടിൽ നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എൻ്റെ അമ്മയുടെ അമ്മയുടെ അച്ഛനും ഒക്കെ ആയിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ അവിടെ താമസിക്കാമെന്നുള്ളൊരു ധാരണയിൽ ഞാൻ എൻ്റെ മൈൻഡിൽ തന്നെ എത്തിച്ചിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ. മീൻസ് അവിടെ പോയി നിൽക്കാമെന്നുള്ളൊരു രീതിയിൽ. പക്ഷേ ആ സമയത്ത് ഞാൻ 10ാം ക്ലാസ് ജയിക്കുന്നതിന് തൊട്ട് മുമ്പാണെന്നുകൊണ്ട് അമ്മയുടെ അച്ഛനിങ്ങനെ മരിച്ചുപോയി. അങ്ങനെ മരിച്ചു. പിന്നീട് ഉറപ്പായിട്ടും പിന്നെ അമ്മയുടെ അമ്മ അവിടെ ഇങ്ങനെ ഇതായി. അപ്പം ഞാൻ കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്ന് നിൽക്കാമെന്നുള്ളൊരു സാധനത്തിലേക്ക് എനിക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ട് അവിടെ നിൽക്കാൻ തോന്നി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് സെൻറ്റ് മൈക്കിൾസ് സ്കൂളിൽ കടിച്ചിട്ട് സെൻറ്റ് മൈക്കിൾസ് സ്കൂളിൽ പോയി കമ്പ്യൂട്ടർ സയൻസിന് പോയി ചേരുന്നു. അവിടെ നിൽക്കുന്നു. ആ സമയത്താണ് ഞാനിങ്ങനെ ഒരു ദിവസം കളരി പോകണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ. അപ്പം പാപ്പയുണ്ട്, മനോട്ടനുണ്ട് അവിടെ. മനോട്ടൻ വിദേശത്താണ് ഇപ്പം, യൂറോപ്പിലപ്പം. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ യൂറോപ്പിലേക്കുള്ള വിസയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം ചേട്ടനുണ്ട് ഇങ്ങനെ കളരി ക്ലാസ് എടുക്കുന്ന ക്ലാസ്സൊക്കെ എടുക്കുന്നത് ചേട്ടനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനിങ്ങനെ കളരി വരട്ടെ. അപ്പോൾ ചോദിച്ചു, നീ വരാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഏറ്റവും എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും പേടിയുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ പാപ്പയും പാപ്പയുടെ അനിയത്തിയുണ്ട് മഞ്ജു ചേച്ചി എന്ന് പറഞ്ഞിട്ട്. ഈ 2 വ്യക്തികളെ എനിക്ക് ഭയങ്കര പേടിയാണ്. എപ്പോഴും അതെ ഭയങ്കര പേടിയാണ്. അപ്പം ഈ പേടിച്ചാൽ ചോദിക്കുന്നത് തന്നെ കളരി പൊക്കോട്ടെ എന്നൊക്കെ ഉള്ളൊരു സാധനത്തിൽ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഓക്കെ നീ വാ കുഴപ്പമില്ല എന്നുള്ളൊരു സീനിൽ നീ ഒരു ദിവസം വാ എന്ന രീതി പറഞ്ഞു. അപ്പോൾ നമുക്ക് അഡ്മിഷൻ ഫീ കൊടുക്കണം. അഡ്മിഷൻ ഫീ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എത്രയാണ്, 500 രൂപ അഡ്മിഷൻ ഫീസും 150 രൂപ ഫീസുമാണ് ഞാൻ ചേരുന്ന സമയത്ത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പൈസ ഒന്നുമില്ല. അപ്പോഴാണ് സ്റ്റൈഫൻഡ് വരുന്നത്. അപ്പോൾ സ്റ്റൈഫൻഡ് വരുന്ന ഞാൻ ഒരു ബുധനാഴ്ച അമ്മച്ചിനെ വിളിച്ച് അമ്മ കളരി പോയി ചേരാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ കടുത്തുരുത്തിയിൽ അവിടെ തന്നെയുള്ള ഒരു ATM നിന്ന് പൈസയൊക്കെ എടുത്ത് നേരെ ഓടിച്ചെല്ലും. ഞാൻ ഓടിച്ചെല്ലുമ്പോൾ കളരിയിലൂടെ ഞാനും അമ്മച്ചിയും ചെന്ന് കയറുമ്പോൾ ഭയങ്കര എനിക്ക് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആശാൻ വാസുഗുരുക്കൾ, ഞാൻ ആശാനെ വിളിച്ച് ശീലിച്ചിട്ടുള്ള ഗുരുക്കളെന്നാണെങ്കിലും അവിടെയുള്ള എല്ലാ ആൾക്കാരും ആശാനെ വിളിച്ച് ശീലിക്കുന്നത്. അപ്പം ആശാനിങ്ങനെ ഭയങ്കര രസം. ആ ഒരു വാതിലിൻ്റെ പടിയിൽ ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ പുറത്തോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പം ഞങ്ങൾ അപ്പം എന്താ വന്നതെന്ന് ചോദിച്ചു.
അപ്പം അമ്മച്ചിനെ കണ്ടപ്പോൾ മനസ്സിലായി. കാരണം കുടുംബപരമായിട്ട് അങ്ങനെ ഒരു വലിയ റിലേഷൻ ഉണ്ട് കളരിയായിട്ട് റിലേറ്റ് ചെയ്ത്. കാരണം ഒരുപാട് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ പല ഇപ്പോൾ മാമന്മാരൊക്കെ ആയിട്ടും കസിൻസൊക്കെ ആയിട്ടും എല്ലാവരും തന്നെ കളരിയായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കാരണം നല്ല പരിചയമുണ്ട്. അമ്മയൊക്കെയായിട്ടൊക്കെ നല്ല പരിചയമുണ്ട്. എന്താ എന്ന് ചോദിച്ചു. അപ്പം ഇതുപോലെ എന്നെ ചേർക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അയ്യോ രമണി ഇന്ന് ക്ലാസ്സില്ല, നമുക്ക് നാളെ കൊണ്ടുപോയവനെന്ന് പറഞ്ഞു. അപ്പം നാളത്തേക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം വ്യാഴാഴ്ച ഞാൻ ചെല്ലുക. അപ്പോൾ ചെല്ലുന്ന സമയത്ത് ഓൾറെഡി ഞാൻ ചെല്ലുമെന്ന് പാപ്പ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പം എൻ്റെ ഒരു അനിയൻ വരൂടാ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ണൻചേട്ടൻ ഇതുപോലെ എൻ്റെ അടുത്ത് മനോട്ടം പറഞ്ഞായിരുന്നു നീ വരുമെന്നുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് അവിടെ ഒരു അഡ്മിഷൻ ഫോം ഉണ്ട്, അതൊക്കെ എഴുതി പൂരിപ്പിച്ച്, എന്നിട്ട് ഇങ്ങനെയാണ് കളരി കയറേണ്ടത്, വലതുകാല് വെച്ച് തൊട്ടുഴുത് കയറണം, അവിടെ പോയി പൂത്തറ തൊട്ട് വേണം, ഇപ്പുറത്ത് ഗണപതിത്തറ തൊട്ട് വേണം, ഗുരുത്തറ തൊട്ട് വേണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതും പിന്നീട് എനിക്ക് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ പറഞ്ഞു തരുന്നതും കണ്ണൻചേട്ടനുമായിട്ടുള്ള. പിന്നെ കണ്ണൻചേട്ടൻ്റെ ഒപ്പം തന്നെ സോമൻ ചേട്ടൻ എന്ന് പറഞ്ഞ വേറെ ചേട്ടൻ ഉണ്ടായിരുന്നു. പിന്നെ പാപ്പയായിരുന്നു ആ സമയത്ത് പൊതുവേ ക്ലാസ് കൂടുതലായിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഫൈറ്റിംഗ് എല്ലാം കണ്ണൻചേട്ടനായിരുന്നു. അന്നത്തെ ഫൈറ്റൊക്കെ ഭയങ്കര ടെററായിരുന്നു, നമുക്ക് പേടിയായിരുന്നു ഭയങ്കര. നമ്മളിങ്ങനെ മാറി നിൽക്കും. കാരണം കളരിക്കകത്തൊക്കെ ഇവർക്ക് വേറൊരു സ്വഭാവവും കളരിക്ക് പുറത്ത് ഇവർക്ക് ഭയങ്കര വേറൊരു സ്വഭാവം. നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. ഇവർ പുറത്ത് ഭയങ്കര ഫ്രണ്ട്ലി, കളരിക്കകത്ത് കയറി കഴിഞ്ഞാൽ ഇവർ ഭയങ്കര ടെററാണ്. നമ്മളടുത്ത് ഒന്നും മിണ്ടൂല്ല, ഭയങ്കര ഭീകര രീതിയിലുള്ള ഫൈറ്റും പരിപാടികളും, ഇവർ ലാംഗ്വേജ് പോലും അവരുടെ മാറും. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഇവരെന്താണ് ഇങ്ങനെയെന്നുള്ളൊരു സാധനം ഞാൻ അപ്പോൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കളരിക്ക് അകത്ത് അങ്ങനെ ഒരു രീതി എപ്പോഴും നല്ലതാണെന്നുള്ളതാണ് വേറെ വാസം. പിന്നെ ഒരു പരിധി വരെ നമ്മൾ പിള്ളേർക്ക് എന്താ പറയുക ഒരു സീരിയസ്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ചില ഒത്തിരിയല്ല. പിന്നീട് കണ്ണൻചേട്ടൻ അതേപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. എടാ സോറി, അന്ന് ഞങ്ങൾ അങ്ങനെയൊക്കെ ഞങ്ങൾ ആ രീതിയിലാണ് പഠിച്ചു വന്നത്, അങ്ങനെയാണ്, അതുകൊണ്ടാണ് അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത്. ഞാൻ അങ്ങനെയൊന്നും ഇത്ര വലിയ ഭീകര ആളൊന്നും അല്ലാതൊക്കെ ഇടയ്ക്കിടയ്ക്ക് തമാശ പറയാറുണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ, പിന്നീട് കുറേ കാലം കഴിഞ്ഞ്. അങ്ങനെയാണ് മൊത്തത്തിൽ കളരിയായിട്ട് ഞാനിങ്ങനെ മുന്നോട്ട് വന്നത്. കളരിയിൽ ആദ്യകാല നാളുകൾ വന്ന് നിൽക്കുന്നത് അവിടെയാണ്. പിന്നീട് എല്ലാ ദിവസവും കളരി പോകുന്നു. അപ്പോൾ കളരി ചെയ്യുന്ന സമയത്ത് എനിക്കും വലിയ ധാരണയില്ല ഞാനിത് എത്ര നാൾ മുന്നോട്ട് പോകുന്നു. എൻ്റെ വിചാരം കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ നിർത്തുമായിരിക്കും. എനിക്ക് തന്നെ അറിയാം, ഇതെന്താ സംഭവം. ആദ്യമൊന്നും ഇപ്പോൾ നമ്മൾ മെയ്പ്പേറ്റ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇവരെന്തൊക്കെയോ ചെയ്യിപ്പിക്കുന്നു, അതുപോലെ സ്ട്രെച്ചിങ് ചെയ്യിപ്പിക്കുന്നു. പൊതുവേ ഫ്ലെക്സിബിലിറ്റി എനിക്ക് കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് അതുമാത്രമല്ല, ഞാൻ ഈ സ്പ്ലിറ്റ് ചെയ്യുന്ന വൈഡ് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എനിക്ക് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പം കളരി പോകുന്നതിന് മുമ്പ് തന്നെ ഞാനിത് ഈ പാപ്പയുടെ ഫോട്ടോ കാണുമ്പോൾ വീട്ടിൽ ചെയ്ത് നോക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു രീതിയും ഭയങ്കരമായിട്ട് നന്നായിട്ട് എനിക്ക് ആ സമയത്ത് കിട്ടുമായിരുന്നു. അപ്പോൾ കാലുകളൊക്കെ ഉയർത്താനും ഇവർ പറയുന്ന രീതിയിൽ എൻ്റെ ബോഡി നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എങ്ങനെയാണോ കളരിക്ക് വേണ്ട ഒരു ലാംഗ്വേജ്, ആ ലാംഗ്വേജിനെ ഈസിലി അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ബോഡിക്ക് ഭയങ്കര ഒരു ഒരു അഡ്വാൻറ്റേജ് ആ സമയത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചധികം പെട്ടെന്ന് ഇതിനെ എൻ്റെ ബോഡിക്ക് മനസ്സിലാക്കാൻ പറ്റി. മൈൻഡിന് മനസ്സിലായി വരുന്നത് പിന്നീട് ഒരുപാട് കാലത്തിന് ശേഷമാണ്. പക്ഷേ എൻ്റെ ബോഡി കുറച്ചും കൂടെ വ്യക്തമായിട്ട് അതിനെ മനസ്സിലാക്കിയെടുത്ത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഓരോ രീതിയിൽ ഓരോ അടുത്ത ആയുധങ്ങളായി ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. അതിൽ വേറൊരു കാര്യം, ഞാനിങ്ങനെ കളരിയിൽ പോയി ചേർന്ന് കഴിഞ്ഞിട്ട് നമ്മളുടെ പിറ്റേ ദിവസം ഞാൻ കളരി ചെല്ലുക. അപ്പോൾ കളരി ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ ആദ്യം ചെന്ന്, എനിക്ക് എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഞാൻ എപ്പോഴും കളരിയിൽ ആദ്യം ചെല്ലാറുണ്ട്. മിക്കപ്പോഴും ഞാനായിരുന്നു എപ്പോഴും ആദ്യം ചെന്നുകൊണ്ടിരുന്ന കളരിയിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത്. അവന് പാപ്പ എന്നെ വഴക്കിട്ടിട്ടുണ്ട്, നീ എന്തിനാ എത്ര നേരത്തെ വന്നേന്നൊക്കെ ചോദിച്ചു. പക്ഷേ എന്നാലും ഞാൻ നേരത്തെ ചെല്ലുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പിറ്റേ ദിവസം ഞാൻ നേരത്തെ ചെല്ലുക, കളരി ചേർന്ന് പിറ്റേ ദിവസം നേരത്തെ ചെല്ലുക. അപ്പം ഞാൻ ചെല്ലുമ്പോൾ അവിടെ ആരുമില്ല. അപ്പോൾ ഞാൻ ചെന്ന് കഴിയുമ്പോൾ കളരി ഇങ്ങനെ ഇതായിട്ട് കിടക്കുക, വിളക്കൊന്നും കത്തിച്ചിട്ടില്ല, പൂത്തറയിൽ വിളക്കൊന്നുമില്ല. അപ്പം ഞാൻ ആശാൻ്റെ അടുത്ത് ചെന്നിട്ട്, വാസവരുക്കളുടെ അടുത്ത് ചെന്നിട്ട്, ആശാനെ ഞാൻ വിളക്ക് കത്തിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ആശാനോട് എന്നെ നോക്കി പേടിപ്പിച്ചു. അതിനെന്താ എന്നോട് ചോദിക്കണമെന്നൊക്കെ ചോദിച്ച് പേടിപ്പിച്ചു. ഞാൻ പേടിച്ച് വിറച്ച്, എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയായി. ഓക്കെ, അകത്ത് ചെന്നിട്ട് ഞാൻ വിളക്ക് കത്തിച്ച് അതുപോലെ തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് ആശാൻ ആ സമയത്ത് നമുക്കൊരു പേടിയും, ഭയങ്കര പേടിയാണ്. ആശാൻ്റെ അടുത്ത് നിൽക്കാൻ പോലും നമുക്ക് ഭയങ്കര പേടിയാണ് ആ സമയത്ത്. അപ്പോൾ അടുത്ത ദിവസം ഞാൻ വന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ നേരെ കളരിക്കകത്ത് കയറി വിളക്ക് കത്തിച്ചു. ആശാൻ വന്ന് വാല് പറഞ്ഞു, ആരോട് ചോദിച്ചിട്ടാ വിളക്ക് കത്തിച്ചത് ചോദിച്ചു. എനിക്കാണ് തീർന്നത്. പിന്നീട് എനിക്കെല്ലാം ഞാൻ പെട്ടെന്ന് പേടിച്ചു. ഇത് ഇന്നലെ തന്നെ ആശാനല്ല പറഞ്ഞത് വിളക്ക് കത്തി, ആരോട് ചോദിക്കണ്ട, പേര് കുരുക്കൾ ചോദിക്കുന്നു എന്നുള്ളൊരു സാധനത്തിലേക്ക് നമ്മളെത്തി. പിന്നീട് ഞാനങ്ങ് ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. അപ്പോൾ ആശാൻ തന്നെ വന്ന് പറയും വിളക്ക് കത്തിക്കടാ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഭയങ്കര സമാധാനം. അപ്പോൾ പോയി വിളക്ക് കത്തിക്കും. അതുപോലെ തന്നെ അന്ന് താഴത്ത് കുത്തുകല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഇങ്ങനെ ഒരു
ഇങ്ങനെ ഇത് മാട് പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കരിങ്കല്ലിങ്ങനെ പാകിയ സ്റ്റെപ്പ് പോളിസിയാണ് അതിന് കുത്തുകല്ലെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു കടുത്തുരുത്തി പാലാ സൈഡുകളിലൊക്കെ കൂടുതലും കുത്തുകല്ലുകൾ ഉണ്ട്, ഇങ്ങനെ ഇറങ്ങി പോകുന്നത്. കാരണം കരിങ്കല്ല് കൊണ്ട് നമ്മൾ സൈഡ് കിട്ടും, എന്നിട്ട് അതിനോട് നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് കരിങ്കല്ല് കൊണ്ട് തന്നെ സ്റ്റെപ്പ് ഇങ്ങനെ നീട്ടി വെക്കും. അപ്പോൾ അത് ഇറങ്ങി താഴത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ വലിയൊരു കിണറൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവിടുന്ന് വെള്ളം കോരുന്നു. അപ്പോൾ ആശാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ ചെടികളിലൊപ്പം തന്നെ കുറേ മരുന്നുചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. തുളസിയും ഈ പനിക്കൂർക്ക, രാമതുളസി, അങ്ങനെ മുഞ്ഞ, ഇങ്ങനെയൊക്കെ തുടങ്ങിയ പരിപാടികളൊക്കെ ഇങ്ങനെയുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ആദ്യം ചെല്ലുന്ന ആൾ ഒരു തൊട്ടിയുണ്ട്, ഒരു കുടമുണ്ട്, ഇതുമായിട്ട് താഴത്തോട്ട് ഇറങ്ങുക, വെള്ളം കോരുക, ഇത് ചുമന്ന് മുകളിൽ കയറ്റുക, എന്നിട്ട് ഇതിനെല്ലാം വെള്ളം ഒഴിക്കണം. ഇങ്ങനെ വെള്ളം ഒഴിച്ച് അവസാനം കളരിയിലും വെള്ളം ഒഴിച്ച് നനച്ച് മീൻസ് തളിച്ച് അടിച്ചു വാരി ഇട്ട് കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. എനിക്കിതിനൊക്കെ ചെയ്യാൻ ഒത്തിരി സമയമുണ്ട്. കാരണം ഞാൻ 4 മണിയാകുമ്പോൾ കളരിയിൽ ചെല്ലും, ക്ലാസ് ചിലപ്പോൾ 5:30 ആയിരിക്കും. എനിക്ക് 1.5 മണിക്കൂറുള്ള സമയം കിട്ടും. പിന്നെ ഞാൻ കുറച്ചധികം പ്രാക്ടീസും ചെയ്യും. കിട്ടുന്ന സമയം കൊണ്ട് അപ്പോഴൊക്കെ പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ആവേശമായിരുന്നു. ഇപ്പം നമ്മളെ അനക്ക് ക്ലാസ്സിൽ വന്നിട്ട് 3 മെയ്പ്പേറ്റൊക്കെ നിന്ന് ചെയ്യുന്ന പോലെ തന്നെ എനിക്കും ആ സമയത്ത് നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ മീൻസ് എനിക്ക് തോന്നുന്നു ആ സമയത്ത് നല്ല എനർജി ഉണ്ടായിരുന്നു എൻ്റെ ബോഡിക്ക്. അപ്പം ഞാൻ കൂടുതലായിട്ട് നന്നായിട്ട് അങ്ങ് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുമായിരുന്നു. ഇങ്ങനെയാണ് ആ ഒരു ആദ്യകാല നാളുകൾ കളരിയിൽ പൊയ്ക്കൊണ്ടിരുന്നത്. അടിപൊളി. അധികം വാസുദേവ് ഗുരുക്കൾ എന്ന് പറഞ്ഞ ഒരു ലെജൻഡറി ഫിഗറാണല്ലോ. അതെ, നമ്മുടെ കളരിയിലാണേലും ഡോണാശാൻ്റെ കളരിയിലാണേലും ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതെ തീർച്ചയായിട്ടും. നിങ്ങളുടെ നിന്നാണ് കുറച്ച് ലെജൻഡറി സ്റ്റോറീസും അങ്ങനെയൊക്കെ കേൾക്കണത്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് വാസുദേവ് ഗുരുക്കളെ കുറിച്ച് നടന്ന കാര്യങ്ങളും എങ്ങനെയുള്ള പേഴ്സണാലിറ്റി ആയിരുന്നു, അരവിന്ദാശൻ്റെ എക്സ്പീരിയൻസിൽ ഒന്നും അറിയാത്തവർക്ക് ജസ്റ്റ് ഒന്ന് വാസുദേവ് ഗുരുക്കളുടെ ഇനിഷ്യൽ ഡേയ്സിലെ ഒരു കഥകൾ മീൻസ് ഒന്ന് പറയുമായിരുന്നെങ്കിൽ. കഥകളെ പറ്റി പറയാൻ അത് കുറച്ച് അധികം കഥകളുണ്ട്. ഓക്കെ, ഞാൻ എങ്ങനെയാണ് ഗുരുക്കളൊക്കെ മീൻസ് ആശാൻ്റെ അടുത്ത് നിന്നിട്ടുള്ളതെന്നുള്ള രീതിയിൽ സംസാരിക്കാൻ തോന്നുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഇങ്ങനെ ആ വാതിൽപ്പടിയിൽ നിൽക്കുന്നൊരു ഒരു സീനാണ് കാണുന്നത്. അപ്പോൾ തന്നെ എന്ന് വെച്ചാൽ ഭയങ്കര എന്താ നമ്മൾ കണ്ണിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര തെളിച്ചുള്ള ഭയങ്കര സ്പിരിച്വലായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ഗുരുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കര ചിരിയൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ഭയങ്കര രസമുള്ള ചിരി എന്താണെന്നൊക്കെ ഇനി കൈയുടെ മൂവ്മെൻറ്റ് പോലും നമുക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര സിമ്പിളായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ആശാൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്തൊക്കെ. അതുപോലെ തന്നെ കുറേ നാളുകൾ ഞാനിങ്ങനെ ഡിപ്ലോമയ്ക്ക് ഒരു 3-4 സപ്ലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഞാനിങ്ങനെ വീട്ടിലൊക്കെ വിഷയമായി, മഞ്ചേച്ചിയൊക്കെ എന്നെ അലമ്പാക്കി, മഞ്ചിയുടെ മിണ്ടാതൊക്കെ ആയി. അങ്ങനെ ഞാൻ കുറച്ച് നാൾ ഇരുന്ന സമയത്ത് ഞാൻ നേരെ കളരിയെ കുറച്ച് നാൾ സ്റ്റിക്ക് ഓൺ ആയിരുന്നു. കുറച്ച് നാൾ കളരിയെ നിൽക്കാന്നുള്ള രീതിയിലെത്തിയായിരുന്നു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ 5:30 കളരി വരും, 5:30 ആശാനും വരിക. അപ്പം ഞാൻ ആശാൻ പിന്നെ ലീലച്ചേച്ചി എന്ന് പറഞ്ഞ് കളരിയിൽ ഈ തിരുമ ചെയ്യുന്ന സമയത്തൊക്കെ സഹായിക്കാനും അതിൻ്റെ ബെഡ്ഷീറ്റൊക്കെ കഴുകാനും ഒക്കെ ചെയ്യുന്ന ഒരു ചേച്ചി വരും. ലീല ചേച്ചി ഭയങ്കര നമുക്ക് അടുപ്പമുള്ളൊരു ചേച്ചിയാണ്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ വന്നിരുന്നിട്ട് ആശാൻ ഇങ്ങനെ രാവിലെ നമ്മളാ തിരുമ ഉണ്ടെങ്കിൽ തിരുമിന് സ്റ്റീം വെക്കാൻ വേണ്ടി സ്റ്റീം ബാത്തിനുള്ള മരുന്നിൻ്റെ ഇലകളൊക്കെ പറിക്കുന്നു. നമ്മൾ കുടത്തിൽ സ്റ്റീം ബാത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള സാധനം സെറ്റ് ചെയ്യുന്നു, അതിൻ്റെ അടുപ്പെല്ലാം സെറ്റ് ചെയ്യുന്നു. പിന്നെ ആ സമയത്ത് ലീല ചേച്ചി കട്ടൻ ചായ ഉണ്ടാക്കുന്നു. ആശാൻ ഞങ്ങൾക്കൊരു പുല്ലിൻ്റെ റസ്ക്കൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് തരുന്നു. അപ്പോൾ അത് ഇട്ടിരുന്ന് കട്ടൻ ചായയൊക്കെ ആയിട്ട് അകത്തിരുന്ന് ആ ഒരു കാലഘട്ടം ഭയങ്കര രസമായിരുന്നു കുറേ നാൾ. ആ സമയത്തായിരുന്നു പിന്നീട് ഷാജി ഗുരുക്കൾ ഷാജി ഗുരുക്കളായിട്ട് ഞാൻ കൂടുതൽ അറ്റാച്ച് ചെയ്യപ്പെടുന്നത്. മീൻസ് ആ സമയത്ത് ആണ് ഗുരുക്കൾ വരുമ്പോൾ ഗുരുക്കൾ പാലായിൽ നിന്ന് നിർത്തിയിട്ട് ഇവിടെ വരുന്ന സമയമാണ് കടുത്തുരുത്തിയിൽ. അപ്പോൾ തലവലപ്പറമ്പിലൊരു ക്ലിനിക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ പോകാൻ വേണ്ടി ഒരാളെന്ന നിലയിൽ ഞാൻ പതിയെ ഗുരുക്കളുടെ കൂടെ അപ്പം ഗുരുക്കൾ കൂടുതലും തിരുമ കാര്യങ്ങളൊക്കെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നത് ഷാജി ഗുരുക്കളുടെ കൂടെ നിന്നിട്ടാണ്. പിന്നീട് ആശാന് വയ്യാണ്ടായ ആശാൻ കളരിക്ക് കുറേ നാൾ വരാണ്ടായി വാസുദേവ് ഗുരുക്കൾ. ആ സമയത്തൊക്കെ ഷാജി ഗുരുക്കളുടെ കീഴിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. പിന്നെ വാസുദേവ് ഗുരുക്കളുമായിട്ട് ഉള്ള എൻ്റെ വേറൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങുന്നത്. അത് ഭയങ്കര ഈ പറഞ്ഞ പോലെ വൈശു പറഞ്ഞ പോലെ ഭയങ്കര ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളൊരു മനുഷ്യനും കൂടെയായിരുന്നു ഞാനും. പ്രത്യേകിച്ച് എനിക്കിങ്ങനെ കുറച്ച് പേരുടെ മുമ്പിലിരുന്ന് സംസാരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് മീൻസ് ഒരു 4 പേരുടെ ഫേസ് ചെയ്തിട്ട് നിൽക്കാനുള്ളൊരു കേപ്പബിലിറ്റി ഒന്നും ഒട്ടുമില്ലായിരുന്നു എന്നെ സംബന്ധിച്ച്. അപ്പോൾ നമ്മളിങ്ങനെ ക്ലാസ്സിൽ കയറി നിൽക്കുന്നു, അവർ പറയുന്നത് കേട്ട് ചെയ്യുന്നു, അത് വളരെ ഈസിയാണ്. കളരിക്കകത്ത് അത് ഈസിയാണ്.
നമുക്ക് നിന്ന് ചെയ്യാൻ ഈസിയാണ്. പക്ഷെ നമ്മൾ വൺസ് നമ്മൾ ആ പഠിപ്പിക്കുന്ന അടുത്തേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ബ്ലാങ്ക് ആവും. അയ്യോ ഇനി എന്താ ചെയ്യേണ്ടത്, എനിക്കറിയാൻ പാടില്ലല്ലോ എന്ന് പറയും. ആ സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് വാസ്തവരിക്കുള്ള വേറൊരു വ്യത്യസ്തമായുള്ളൊരു രീതിയാണെന്ന് വെച്ചാൽ ഗുരുക്കൾ അവിടെ ഒരുപാട് ഈ ആൾക്കാർ ഗുരുക്കളെ കാണാൻ വരും. കൺസൾട്ടിങ് ഉണ്ടായിരുന്നു. മീൻസ് ആശാനം കാണാൻ വരുന്നു, ഈ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ, അങ്ങനെ മീൻസ് കൈക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ വരും. അപ്പോൾ കഷായങ്ങളൊക്കെ എടുത്ത് വയ്ക്കും. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു പച്ച ഇതുള്ള നിറമുള്ള ഒരു തരം കുറേ കഷായങ്ങൾ ആശാൻ എടുത്ത് വയ്ക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ളിൽ ഒരു പ്ലാസ്റ്റിക് കൂടായിട്ടായിരിക്കും ഈ കഷായത്തിൻ്റെ പൊടി വരിക. അപ്പോൾ ഈ പ്ലാസ്റ്റിക് കൂടിൻ്റെ പുറമെ ഒരു കാർഡ്ബോർഡ് കൂടുണ്ടാവും, ഒരു പച്ച നിറത്തിലൊക്കെ ഉള്ള. അത് ആശാൻ ഇങ്ങനെ കത്രിക കൊണ്ട് ഇങ്ങനെ വെട്ടി റെഡിയാക്കി എപ്പോഴും മേശപ്പുറത്ത് ഇങ്ങനെ സൈഡിലിട്ട് ഇങ്ങനെ എപ്പോഴും വെച്ചേക്കും. എന്നിട്ട് അതിനകത്ത് പറഞ്ഞാൽ ഇങ്ങനെ എടുത്തിട്ട് ഇന്നത്തെ ക്ലാസ് എഴുതും. കാലുകൾ എത്ര എണ്ണം വീതം, ശ്വാസവ്യായാമം എത്ര എണ്ണം വീതം, മെയ്പ്പേറ്റ് ഏതാ ചെയ്യിപ്പിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് എഴുതി തരും. എടാ എന്നാ കൊണ്ടുപോകും, ഇത് നോക്കി ക്ലാസ് എടുക്ക്. അങ്ങനെ ഒരു രീതി നമുക്ക് പണ്ട് പോലെ തരുമായിരുന്നു. കുറേ നാൾ അങ്ങനെ ചെയ്യും. പിന്നെ പിന്നീട് നമ്മൾ ക്ലാസ് എടുക്കാനൊക്കെ ആയി എന്നൊക്കെ അറിഞ്ഞ് കഴിഞ്ഞാൽ നീ എടുത്തോ എന്നുള്ള രീതിയിലായിരുന്നു മുന്നോട്ട് കൊണ്ടുവരുന്നത്. അത് എനിക്ക് മാത്രമല്ല കളരിയിലുള്ള എല്ലാവർക്കും അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് കണ്ണഞ്ചേട്ടനൊക്കെ അതുപോലത്തെ ഒരു കുറിപ്പായിട്ട് ചാടിക്കയറി വരുന്നതും ക്ലാസ് എടുക്കുന്നതൊക്കെ. എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന പാപ്പ എനിക്ക് തോന്നുന്നു പാപ്പ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുപോലത്തെ ഒരു കുറിപ്പ് ആശാൻ എഴുതി കൊടുത്ത ക്ലാസ്സിനെ പറ്റി, ആശാൻ്റെ കൈഷ്ടമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ പാപ്പ ഇടയ്ക്കിടത്ത് ഇത് കണ്ടാ വാസ്തവരുക്കൾ എനിക്ക് തന്നതെന്നൊക്കെ പറഞ്ഞെടുത്ത് ഇടയ്ക്കിടത്ത് കാണിക്കാറുണ്ട്. അങ്ങനെ ഒരു രീതി. ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ച് വാസ്തവരുക്കളുമായിട്ട് നിൽക്കുന്ന കുറേ ഓർമ്മകൾ. പിന്നെ എപ്പോഴും അവിടെ ഉണ്ടാവും നമുക്കൊരു ഗുരുക്കളുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കും. അനങ്ങാതിരിക്കുന്ന പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ആയിപ്പോകും. നമ്മൾ ഭയങ്കര രസമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിലും ആ കളരിയുടെ വാതിൽ ചെറുതായിട്ടൊന്ന് തുറന്നിടും ഗുരുക്കൾ. അതിൻ്റെ ഇടയിൽ കൂടെ ഗുരുക്കൾ ഇങ്ങനെ നോക്കുന്നത് നമുക്കൊരു ഓർമ്മയുണ്ട്. കണ്ണുകൾ മാത്രം വെച്ചിട്ട് ഇങ്ങനെ ഒരു നോട്ടം എപ്പോഴും ഉണ്ടാവും. എന്താ അകത്ത് നടക്കുന്നത്, കറക്റ്റായിട്ടാണോ അവന്മാർ ചെയ്യിപ്പിക്കുന്നതെന്നൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു ഗുരുക്കൾക്ക്. ഇതൊക്കെയാണ്. സൂപ്പർ. എനിക്കതിൽ ഒരു കാര്യം ഒന്നുകൂടി ഫോക്കസ് ചെയ്യാവോ? അതായത് അരവിന്ദ് പറഞ്ഞല്ലോ ഈ സെൻസ് ഓഫ് ഇൻഫീരിയോറിറ്റി ഉണ്ടെന്ന്. യൂഷ്വലി നമ്മൾ എന്ത് നോക്കിയാലും ആൾക്കാർ പറയണത് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണം, അങ്ങനെ നടക്കണം, ഇങ്ങനെ നടക്കണം. സോഷ്യൽ മീഡിയയിൽ അങ്ങനെയൊക്കെയല്ലോ മോട്ടിവേഷൻസ്. വർക്ക് ചെയ്യായിരിക്കും, എനിക്കറിയില്ല അത് വർക്ക് ചെയ്യുമല്ലോ ഒന്ന്. അരവിന്ദിന് എങ്ങനെയാണ് അത് ഓവർകം ചെയ്തോ, ഓർ ഇസ് ഇറ്റ് സ്റ്റിൽ എ പ്രോസസ്? എങ്ങനെയായിരുന്നു ഈ വാസുദേവ് ഗുരുക്കൾ ക്ലാസ് എടുക്കാൻ പറഞ്ഞതിലൂടെയാണോ അത് മാറിയത്, അതോ എങ്ങനെയാണ്? അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാനുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വളരെ പെട്ടെന്ന് കളരിയിൽ ലേൺ ചെയ്ത് പോയായിരുന്നു. ഭയങ്കര ഫാസ്റ്റായിട്ട്, സാധാരണ ആൾക്കാർ നിൽക്കുന്നേക്കാളും ഫാസ്റ്റായിട്ട് ഞാൻ എടുത്തു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പിന്നീട് ഞാൻ വന്നപ്പം എനിക്ക് മുമ്പേ വന്ന് പഠിക്കാൻ തുടങ്ങിയവരൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഞാൻ ക്ലാസ് എടുക്കാനുള്ളൊരു ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ള, മീൻസ് ഞാൻ ക്ലാസ് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. ഇവരൊക്കെ എന്നെക്കാളും മുമ്പ് വന്നവരല്ലേ, ഇവർക്ക് ഞാൻ ക്ലാസ് എടുക്കണം എങ്ങനെയാണ്? അങ്ങനെ ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ നെഞ്ചൊക്കെ പടപട്ടായി ഇടിക്കാൻ തുടങ്ങിയായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഗുരുക്കൾ പറയും അങ്ങനെയൊന്നുമില്ല, നിനക്ക് ക്ലാസ് എടുക്കാൻ പറ്റും, അതുകൊണ്ടാണ് നിന്നെ ക്ലാസ്. ഞാൻ പറയും എനിക്ക് ആശാനെ പേടിയാന്ന് പറയുമ്പോൾ ആശാനെ അതല്ല, ഭയങ്കര നമുക്ക് പേടിക്കണ്ട, നീ ഇത് ഞാൻ പറയുന്ന പോലെ ക്ലാസ് എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇത് വരുമായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുമായിരുന്നു. എങ്ങനെയോ കുറച്ച് നാൾ നമ്മളുടെ അടുത്ത് വന്ന് നിൽക്കും ഗുരുക്കൾ. അതായത് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഇന്ന അടുത്ത് വന്ന് നിന്നിട്ട് അത് ചെയ്യിപ്പിക്കും അങ്ങനെ. പിന്നെ അതിന് മുമ്പേ ഗുരുക്കൾ നമ്മളെ പിടിച്ച് ഫ്രണ്ടിൽ നിർത്തും. അങ്ങനെ ഒരു പരിപാടി കൂടിയുണ്ട്. അതായത് എല്ലാവരുടെക്കും കാണാൻ വേണ്ടി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഒരാളെന്ന നിലയിൽ നമ്മളെ പിടിച്ച് മുന്നിൽ നിർത്തി നിന്നില്ലെങ്കിൽ എല്ലാ ദിവസവും പറഞ്ഞോ നിൻ്റെ അടുത്ത് ഫ്രണ്ടിൽ വന്ന് നിൽക്കാൻ, അങ്ങനെയൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ ആശാൻ പറഞ്ഞവരെ ആശാൻ മുന്നോട്ട് കയറി വരാൻ പറയണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി വെച്ചിട്ടാണ് ഞാൻ പുറകെ പോയി നിൽക്കുക. പക്ഷേ ആശാൻ വഴക്കിടും, എല്ലാ ദിവസവും നിൻ്റെ അടുത്ത് പറയണോ ഇന്ന് വന്ന് ഫ്രണ്ടിൽ നിൽക്കണമെന്ന്. അപ്പോൾ അവിടുന്ന് ആദ്യം വന്ന് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ചെറിയൊരു ഇതുണ്ട്. പിന്നെ നമ്മൾ നന്നായിട്ട് ചെയ്യുന്നു എന്നുള്ള സാധനം നമ്മളെ പറയുന്നതല്ല, നമ്മളെ അതിൻ്റെ ഒരു രീതി കൂടിയാണ് നമ്മളെ ഫ്രണ്ടോട്ട് വിളിക്കുന്നതും കൂടെ. അപ്പോൾ നമുക്ക് ചെറിയ തോതിൽ ആ സമയത്തൊക്കെ ഈ പറയുന്ന ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യും. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഭയങ്കര ഡീപ്പായിട്ടുള്ള ഇൻഫീരിയോറിറ്റി ആണല്ലോ. ഭയങ്കര എന്താ പറയുക, നമുക്ക് ഭയങ്കര പാടാണ് ആൾക്കാരെ ഫേസ് ചെയ്യാനും അത് കാര്യങ്ങൾ നമ്മളെ മനസ്സിലുള്ളത് പറയാനും ഒക്കെ അപ്പോൾ അതുകൊണ്ട് പിന്നീട് ഇത്തരത്തിലുള്ളൊരു ടീച്ചിങ് മെത്തേഡ് മീൻസ് ഒരു രീതി ഗുരുക്കൾ കൊണ്ടുവന്നത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ആക്ച്വലി നമുക്ക് എന്തെടുക്കണം എന്നുള്ള സാധനം എഴുതി തന്ന് പഠിപ്പിക്കുന്ന ഒരു രീതിയെ വ്യക്തമായിട്ടുള്ളൊരു ടീച്ചിങ്
എന്താ പറയുക ഒരു ഗൈഡൻസ് ഗുരുക്കളുടെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടുമായിരുന്നു. ആശാൻ തന്നിട്ടാണ് തന്നെ നമ്മളെ ക്ലാസ് എടുപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് എപ്പോഴാണോ നമ്മൾ നന്നായിട്ട് ക്ലാസ് എടുക്കാൻ തനിയെ പ്രാപ്തരാകുന്നത് ആ സമയത്ത് അത് ഷാജി ഗുരുക്കളും അങ്ങനെയാണ്. നമുക്ക് കൃത്യമായിട്ടുള്ള ഷാജി ഗുരുക്കൾ ഇൻ ബിറ്റ്വീൻ ക്ലാസ്സിൻ്റെ ഇടയിൽ കയറി വന്ന് നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ഗുരുക്കൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരികയൊക്കെ ചെയ്യും. അത് അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം ആ ഒരു രീതി ഇപ്പോഴും കളരിയിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കടുത്തുരുത്തി കളരിയിൽ ആ ഒരു രീതി ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട്. ഗുരുക്കൾ പറഞ്ഞു തരും ഇന്നതെടുത്താൽ മതി. അതിന് ശേഷം പിന്നീട് പറയും നന്നായിട്ട് ക്ലാസ് എടുക്കുകയാണെങ്കിൽ നീ നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്, നീ ഇതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ മതി, ഇതിനകത്ത് ഇനി എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ട അതൊക്കെ വളരെ കൃത്യമായിട്ടും ഇന്ന രീതിയിൽ പറഞ്ഞു കൊടുത്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു തരും. പിന്നെ നിനക്ക് നിൻ്റേതായിട്ടുള്ളൊരു രീതി എപ്പോഴും തുടരുന്നത് മീൻസ് ഒരു ശൈലി രൂപപ്പെടുത്തി എടുക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ എൻകറേജ് ചെയ്യാറുണ്ട്. ഇന്ന രീതിയിലേ ക്ലാസ് എടുക്കാവൂ എന്നുള്ളൊരു ശാഠ്യം പിടിക്കാറില്ല. നമുക്കൊരു ലിബറേറ്റഡ് സ്പേസ് നമ്മുടെ ക്ലാസ്സിന് വേണ്ടിയിട്ട് എപ്പോഴും ഓപ്പണായിട്ട് ഇട്ട് തരാറുണ്ടായിരുന്നു കളരിയിൽ. അപ്പോൾ നമുക്കത് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടേതായിട്ടുള്ളൊരു ശൈലിയും നമുക്ക് സ്വന്തമായിട്ടുള്ളൊരു വ്യക്തിത്വം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എപ്പോഴും കളരി നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച് നമുക്കൊന്ന് ഡെവലപ്പായി വരാൻ വേണ്ടിയിട്ട് നമ്മളെ അധികം ഹെൽപ്പ് ചെയ്തത്. പിന്നീട് എനിക്ക് തോന്നുന്നു ബാക്കി എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് കിട്ടിയ കുറച്ച് കോൺഫിഡൻസും വേറെ കുറച്ച് വായനയിലൂടെ നമുക്ക് കിട്ടുന്ന കുറച്ച് അഡ്വാൻറ്റേജ് അതൊക്കെയാണ് നമ്മളെ കുറച്ചും കൂടെ ഇത് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് കൺസിസ്റ്റൻസിയാണ് എപ്പോഴും നമ്മളെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. ഈ മോട്ടിവേഷൻ സ്പീക്കിങ് നമ്മളെ ഒരു പരിധിക്കപ്പുറം നമ്മളെ നന്നായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. എപ്പോഴും നമ്മൾ ചെയ്യുന്ന വളരെ ചെറിയൊരു കാര്യം ദിവസവും ചെയ്യുന്നത് എന്താണോ അതാണ് നമുക്ക് വലിയ മാറ്റങ്ങൾ നമ്മളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ ഉതകുന്ന ഒരു കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൺസിസ്റ്റൻസി തന്നെയാണ് ഇമ്പോർട്ടൻ്റ്. പതിയെ വർക്ക് ചെയ്യുക, സ്ലോ ആൻഡ് സ്റ്റഡി, ഡോണ്ട് റഷ് എന്നുള്ളൊരു സാധനം, തിടുക്കപ്പെടണ്ട, പതിയെ വരും എന്നുള്ളൊരു രീതിയാണ് എപ്പോഴും നല്ലതെന്ന് തോന്നുന്നു. മോട്ടിവേഷൻ അത്ര എനിക്ക് അത്ര താല്പര്യമില്ല. നമ്മൾ കുറേ കോട്ട്സൊക്കെ വായിക്കുന്നത് നമുക്ക് രസമുണ്ട്, നമുക്ക് സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആ സമയത്ത് നമുക്കൊന്ന് ബൂസ്റ്റ് ആവാം. അതല്ലാതെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന തോന്നണില്ല. നമ്മൾ വർക്ക് ചെയ്യണം കൺസിസ്റ്റൻ്റ് ആയിട്ട്. നമുക്കപ്പം അടുത്തായ കൺസിസ്റ്റൻസിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാവോ? എല്ലാവർക്കും ഇപ്പോഴത്തെ കാലത്ത് വളരെ പെട്ടെന്ന് പഠിക്കണം, പെട്ടെന്ന് മാസ്റ്ററി നേടണം, എന്നിട്ട് റീലുണ്ടാക്കണം, എന്നിട്ട് ആ ഒരു ജേർണി അവർക്ക് പെട്ടെന്ന് കാണിക്കണം. അതായത് ഒരു ഫാസ്റ്റ് വേൾഡിലാണ് നിൽക്കുന്നത്. അതിപ്പോൾ കളരിയിൽ ഗുരുക്കളായാലും പറയാറുണ്ട് ഇപ്പോഴത്തെ ആൾക്കാർക്ക് സമയമില്ല. അപ്പോൾ ഷാജി ഗുരുക്കൾ എങ്ങനെയാണ് പറയുന്നത്, ഒരു ദിവസമാണ് കളരിയിൽ വന്നെങ്കിലും ആ ഒരു ദിവസം കളരി വന്നതിൻ്റെ പ്രയോജനം അവന് കിട്ടണം എന്നുള്ള രീതിയിലുള്ളൊരു ക്ലാസ് ഡെവലപ്പ് ചെയ്യണമെന്ന് ഗുരുക്കൾ പറയും. അത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ക്ലാസ് കൊടുക്കുന്നത് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും. ഇപ്പം വൈശു വരുവാണ്, വൈശു ഒരു ദിവസമാണെങ്കിൽ ഒരാഴ്ചയാണ് ക്ലാസ്സിൽ വരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരാഴ്ച വരുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് ഇപ്പം നമ്മൾ കളരിയിൽ പണ്ടുള്ള രീതികളിൽ എങ്ങനെയെന്ന് വെച്ചാൽ ഇത്ര നാൾ ഒരു ഡീപ്പ് ജേർണിയാണ് കളരി എന്ന് പറഞ്ഞാൽ, ഒരു ലോങ് ജേർണിയാണ്. ലൈക്ക് നമ്മൾ ഒരു വർഷത്തോളം മെയ്പ്പേറ്റ് ഒന്ന് തന്നെ ചെയ്യുന്നു, അല്ലെങ്കിൽ മെയ്പ്പേറ്റ് മാത്രം ചെയ്യുന്നു, പിന്നീട് വടിയെടുക്കുന്നു, പിന്നീട് അതൊരു വർഷത്തോളം ചെയ്യുന്നു, പിന്നീട് മുച്ചാൻ എടുക്കുന്നു. അങ്ങനെ ഓരോന്നിനും ഓരോ ഘട്ടത്തിന് ഒരു ലോങ് പീരീഡ് നമുക്കുണ്ട്. അങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ നമ്മൾ ആ സിലബസിനെ കുറച്ചും കൂടെ ചുരുക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ഒരു സാധനം വൈശുവിന് എനിക്ക് ഒരാഴ്ച കൊണ്ട് തരാൻ പറ്റണം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കളരിയിൽ നിന്നൊക്കെ ആണെങ്കിലും ഗുരുക്കൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ നമുക്കൊരു സാധനം കിട്ടിയാൽ പോലും നമ്മൾ ആ ഒരാഴ്ച കൊണ്ട് പഠിച്ചത് നമുക്കൊരു കുറേ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ ആ ഒരാഴ്ച കൊണ്ട് നമ്മൾ പഠിച്ചത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നമ്മൾ എല്ലാ ദിവസവും മുന്നോട്ട് ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ ബെനഫിറ്റ് നമുക്കുണ്ടാവുള്ളൂ, അതിനെപ്പറ്റി നമുക്ക് ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് മെയ്പ്പേറ്റ് എന്ന് പറഞ്ഞൊരു സാധനം, ഓക്കെ, ആ ഒരു സംഗതി തന്നെ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ചധികം സമയം നമുക്ക് വേണ്ടി വരും. അത് നമ്മളെ ശരീരം അത് മനസ്സിലാക്കാൻ തന്നെ നമുക്ക് എനിക്ക് തോന്നുന്നത് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണതിൻ്റെ ഒരു ആവശ്യകത ഭയങ്കരമായിട്ടും വേണം. അതായത് ഒരുപാട് കാലം ചെയ്താൽ മാത്രമേ നമ്മളുടെ ബോഡി നമ്മളെ തിരുത്തുന്നൊരു രീതി വരും. ഇപ്പോൾ പാദം കാലക്രമേണയെന്ന് ഗുരുക്കൾ പറയും. അതായത് കുറച്ച് നാൾ കഴിഞ്ഞാൽ നിനക്കത് മനസ്സിലാവുള്ളൂ എന്നുള്ളൊരു രീതിയിൽ മനസ്സിലാവും. അപ്പം നമ്മൾ ആ കുറച്ച് നാളെന്ന് പറഞ്ഞാൽ ടൈമാണ് ആക്ച്വലി. ആ ടൈമിന് നമ്മൾ എല്ലാ ദിവസവും വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആ മനസ്സിലാക്കൽ വരത്തുള്ളൂ. നമ്മൾ ആ മനസ്സിലാക്കുന്ന കാര്യം വീണ്ടും ആലോചിച്ച് ചിന്തിച്ച് പിന്നെയും ചെയ്തു വരുമ്പോൾ നമ്മളുടെ ബോഡി മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരി നമ്മളുടെ മൈൻഡ് അതുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കും. അതായത് കളരി നമ്മളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെ കളരി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥ വരും. നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിലും കളരിയായിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ കളരി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഭയങ്കര റഷായിട്ട് നിൽക്കുന്ന, ഭയങ്കര ഫാസ്റ്റായിട്ട് നിൽക്കുന്നു എന്നാണെങ്കിൽ പോലും
നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത് ഇപ്പോൾ ജിമ്മിൽ പോകുന്നവർക്ക് കുറച്ചുകൂടെ നമ്മൾ എന്തിനോടും എന്താ പറയുക അടുപ്പിച്ച് മീൻസ് ഡീപ്പായിട്ട് നിന്നിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ മാത്രമേ അതിൽ കുറച്ചുകൂടെ ഒരു എന്നാ ഒരു ലെവൽ കഴിഞ്ഞ് അടുത്ത ലെവലിലേക്ക് എത്തുന്നുള്ളൂ. അല്ലെങ്കിൽ അവരിങ്ങനെ ആ ലെവലിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നു. അത് കുറച്ച് കഴിയുമ്പം അവരുടെ കയ്യിൽ ഒന്നും ഇല്ലയെന്ന് ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടൊരു സാധനം പഠിച്ച് നമ്മളതങ്ങ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ ഇവരുടെ കയ്യിൽ ഇത്രേ ഉള്ളൂ എന്നുള്ളൊരു സാധനം ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്താലും ശരി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. അത് ഭയങ്കര വലിയ കാര്യമാണ്. പിന്നെ ടാലൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ടാലൻറ്റിനേക്കാൾ ഉപരി ഇതിനകത്ത് പ്രാക്ടീസ് തന്നെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എനിക്ക് ഭയങ്കര മെയ്വഴക്കമുണ്ട്. എനിക്ക് ജന്മനാ മെയ്വഴക്കമുള്ളൊരു വ്യക്തിയാണ്. അപ്പം ഗുരുക്കളൊക്കെ പറയും എനിക്ക് നല്ല മെയ്വഴക്കമുള്ള ഇവർ പാലാമ്പറമ്പിൽ കുടുംബം എന്ന് പറഞ്ഞാൽ അമ്മയുടെ കുടുംബമാണ് പാലാമ്പറമ്പിൽ കുടുംബം. പാലാമ്പറമ്പിൽ കുടുംബക്കാർ ജനിച്ച് വീണതേ കളരിയില്ല, അല്ലെങ്കിൽ അവന്മാർക്ക് ഭയങ്കര മെയ്വഴക്കാന്നൊക്കെ എപ്പോഴും പറയും. നല്ല എപ്പോഴും അവന്മാർക്ക് എല്ലില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതെൻ്റെ ഒരു ടാലൻ്റാണ്. മീൻസ് എനിക്ക് ബോഡിയുടെ ഒരു ടാലൻ്റാണ് ആക്ച്വലി മെയ്വഴക്കം എനിക്ക് ഉണ്ടെന്നുള്ള സാധനം. പക്ഷേ ആ മെയ്വഴക്കം ഉണ്ടെന്ന് കരുതി ഞാൻ കളരി പ്രാക്ടീസ് ചെയ്താലേ എനിക്ക് ആ കളരിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മളത് കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാ ആൾക്കാരും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളെല്ലാ നല്ല ലെജൻഡറി ആൾക്കാരെയും നോക്കിയെടുത്താലും അവരുടെ ജീവിതത്തിൽ അവർ പ്രാക്ടീസ് ചെയ്യുന്നതിന് വളരെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ കാണാതെ പോകുന്നൊരു സാധനം അതാണ്. ഇപ്പം ആൾക്കാർ പറയും അരവിന്ദ് നന്നായിട്ട് മെയ്പ്പേറ്റ് ചെയ്യുന്നു, അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ വൈഷു നന്നായിട്ട് മെയ്പ്പേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു സാധനം ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ വൈഷുവിന് നല്ല മെയ്വഴക്കമുള്ളതുകൊണ്ട് വൈഷു സൂപ്പറായിട്ട് മെയ്പ്പേറ്റ് ചെയ്യുമെന്ന് പറയും. പക്ഷേ മെയ്പ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര നന്നായിട്ട് മെയ്പ്പേറ്റ് ചെയ്യാൻ വേണ്ടി വൈഷു പ്രാക്ടീസ് ചെയ്ത ആ ടൈമിന് അല്ലെങ്കിൽ ആ പ്രാക്ടീസിൻ്റെ എഫേർട്ടിനെ അവളെ ആൾക്കാർ അഡ്രസ്സ് ചെയ്യാൻ പലപ്പോഴും മറന്നു പോകാറുണ്ട്. അതാണ് ആ എഫേർട്ടാണ് ആക്ച്വലി വൈഷുവിനെ നന്നായിട്ട് മെയ്പ്പേറ്റ് ചെയ്യാൻ പ്രാപ്തനാക്കുന്നത്. അല്ലാണ്ട് നമ്മളുടെ ടാലൻ്റ് അല്ല. ടാലൻ്റ് ഒരു എക്സ്ട്രാ ബെനഫിറ്റ് എന്ന രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യുക. അല്ലാതെ എത്രയോ പേര് സ്വയം അത് ഉണ്ടാക്കിയെടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. പിന്നെ കളരിക്കൊന്നും ഒരു പ്രത്യേക ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫ്രെയിം ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഇങ്ങനെ കളരി ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ഓരോ ശരീരത്തിനും ഓരോ രീതിയിലുള്ള കളരിപ്പയറ്റുണ്ടെന്നുള്ളൊരു വിശ്വാസം എനിക്കുള്ളത്. കാരണം ഇതൊരു ലൈഫ് സ്റ്റൈലാണ്. ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈലിൽ എങ്ങനെ കളരി ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്നു, നമ്മളെങ്ങനെ കൊണ്ടുവയ്ക്കുന്നു, അതെങ്ങനെ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യുന്നു. ചിലർക്ക് ഒരു സെൽഫ് ഡിഫെൻസ് രീതിയിലായിരിക്കും അതിനെ കുറച്ചും കൂടെ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. ചിലർ ആർട്ടായിരിക്കും, ചിലർ സ്പിരിച്വലായിരിക്കും. എന്തൊക്കെ തന്നെയാണെങ്കിലും ഒരു വൈഡ് ഏരിയയിലോട്ട് നമ്മളെ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആൾക്കാരെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക. മീൻസ് എപ്പോഴും എന്നുള്ള വാക്ക് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളൊരു വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഏതൊരു കാര്യത്തിലും. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് അരവിന്ദിൻ്റെ ക്ലോസ് ആയ കുറച്ച് ബ്രദേഴ്സ് ഉണ്ടല്ലോ, തേജസ് ആശാനും ആശാനും, നമുക്ക് അവരെക്കുറിച്ച് കുറച്ച് ഒന്ന് ബാക്കിയുള്ളവരെ കുറിച്ചും. എനിക്കറിയാവുന്ന എൻ്റെ രീതിയിൽ അരവിന്ദ് എപ്പോഴും തേജസ്സും ഡോണുമായിട്ടാണ് വളരെ ക്ലോസ് ആയിട്ട്. എനിക്ക് ബാക്കിയുള്ളവരുണ്ട്, അങ്ങനെ അവരെ അറിയില്ല. തേജസ്, അപ്പുണ്ണി, രാജഗുരുക്കളുടെ മോൻ, അങ്ങനെ പിന്നെ ബിനീഷ്, അങ്ങനെ കുറച്ച് അധികം ആൾക്കാർ നമുക്ക് ഉണ്ട് കളരിയിൽ നമ്മളുമായിട്ട് നിൽക്കുന്നത്. എന്നാലും ഈ ഡോണുമായിട്ട് ഞാൻ ഭയങ്കര ഒരു ആത്മബന്ധം ഭയങ്കര കൂടുതലാണ്. അതെ തീർച്ചയായിട്ടും. അത് ഡോണിന്റെ ഇന്റർവ്യൂ ഞാൻ മുമ്പ് ഒന്ന് കണ്ടിരുന്നു. അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയണില്ല. ഓക്കെ ഇപ്പോൾ ഡോണാശാൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോണാശാൻ എന്താ പറയുന്നത് ഭയങ്കര ടെറർ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ ആയിരുന്നു ഡോണാശാൻ. എന്നുവെച്ചാൽ ഡോൺ കളരി വരുമ്പോഴേ എനിക്ക് ഓർമ്മയുണ്ട്, ഡോണ് ഒരു കുട്ടി നിക്കറിട്ട് കയ്യിലൊരു ബാഗോ തോർത്തോ ഒക്കെ പിടിച്ച് കളരിയുടെ വാതിൽ പോര പുള്ളിക്ക്. എനിക്ക് തോന്നുന്നു കളരിയുടെ വാതിലിനെ വകഞ്ഞു മാറ്റി കളരിലോട്ട് കയറുക എന്നുള്ളൊരു രീതിയാണ് ഡോണ് നമ്മൾ കളരിലോട്ട് കയറുമ്പോൾ തന്നെ കാണുന്നത്. കാരണം പുള്ളിയുടെ കാലൊക്കെ ഭയങ്കര സ്റ്റീഫ്, ഭയങ്കര സ്ട്രോങ് ബോഡിയാണ് പുള്ളിയുടെ. അതായത് ഭയങ്കര സ്ട്രെങ്താണ്. എന്നുവെച്ചാൽ ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെ നല്ല ടെമ്പറായിട്ടുള്ള റബ്ബർ ബാൻഡ് വലിച്ചിട്ട് വിടുന്ന പോലെയാണ് പുള്ളിയുടെ കാലിൽ നേർകാലം എടുക്കുമ്പോൾ പോകുന്നത്. ഭയങ്കര ഫാസ്റ്റായിട്ട് പോവും, അതുപോലെ താഴ്ത്ത് വരും. ഭയങ്കര സ്പീഡാണ് പുള്ളിയുടെ അടി അല്ലെങ്കിൽ ചവിട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കൃത്യമായിട്ട് നോക്കി നിന്നില്ലെങ്കിൽ, തടുത്തില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് അത് വരുന്നത്.
അപ്പോൾ അങ്ങനെ ഒരു ശരീരപ്രകൃതമാണ് പുള്ളിക്ക്. എനിക്ക് തോന്നുന്നത് സ്കേറ്റിങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്ന ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഫിസിക്കലി ആക്റ്റീവായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു ഡോൺ കളരി വരുന്നതിന് മുമ്പ്. സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ആ ഹിപ്പിൻ്റെയൊക്കെ ഒരു ടൈറ്റ്നസ് ഡോൺ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഹേറ്റിങ് ചെയ്തിട്ടായിരിക്കും എൻ്റെ ഹിപ്പ് ഇത്രയും ടൈറ്റായെന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഡോൺ ഞാൻ പറഞ്ഞിട്ടല്ലോ ഇങ്ങനെ ഒരു സാധനമാണ് കളരിയിലോട്ട് വരുന്നത്. പിന്നെ ഡോണിന് മെയ്പ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കളരിയുടെ പകുതി തന്നെ മെയ്പ്പേറ്റ്, ഒരു ഏരിയ തന്നെ മെയ്പ്പേറ്റിന് വേണ്ടി ഡോണിന് വേണം. അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ തെറിപ്പിച്ച് വിടുക എന്നുള്ളൊരു രീതിയാണ്. മീൻസ് ഭയങ്കര അതാ ഞാൻ പറഞ്ഞ ഈ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഈ പ്രാക്ടീസിൻ്റെ ഇമ്പോർട്ടൻസ് ഇവിടെ നമുക്ക് ഡോണിൻ്റെ ജേർണിയിൽ ഭയങ്കരമായിട്ട് കാണാൻ പറ്റും. ഡോണ് ഭയങ്കര ഫാസ്റ്റായിട്ട് ഭയങ്കര ഇങ്ങനെ തെറിച്ച് നടന്നിരുന്ന ഒരു ശരീരപ്രകൃതത്തിൽ നിന്ന് കുറച്ചും കൂടെ ശാന്തമായിട്ടുള്ള, കുറച്ചുകൂടെ പീസ്ഫുള്ളായിട്ട്, കുറച്ചുകൂടെ ഒഴുക്കോടെ നമുക്ക് പറയുകയാണെങ്കിൽ ഭയങ്കര ക്ലാസിക്കലായിട്ടൊക്കെ മെയ്പ്പേറ്റ് ചെയ്യാൻ പ്രാപ്തരായത് എനിക്ക് തോന്നുന്നത് ഈ പ്രാക്ടീസ് കൊണ്ടായിരിക്കും. ലൈക്ക് എല്ലാ ദിവസവും ഞാൻ പറയും ഇങ്ങനെ ഡീപ്പായിട്ട് ഇങ്ങനെ കിടന്ന് കിടന്ന് എനർജി മുഴുവൻ കളയണ്ട, എനർജീനെ സ്റ്റോർ ചെയ്യുക, എനർജീനെ പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഏതൊക്കെ സ്ഥലങ്ങളിൽ എങ്ങനെയൊക്കെ എനർജീനെ സേവ് ചെയ്തിട്ട് വെക്കണോ അങ്ങനെയൊക്കെ സേവ് ചെയ്ത് വെക്കുക, എവിടെയൊക്കെ കൊടുക്കണോ അവിടെയൊക്കെ കൊടുക്കുക, അങ്ങനെയുള്ള രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ രസമായിരിക്കും എന്നൊക്കെ ഞങ്ങളിങ്ങനെ മെയ്പ്പേറ്റിനെ പറ്റി സംസാരിക്കുമ്പം ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയുന്നു, ഡോണിൻ്റെ കാര്യങ്ങൾ പറയുന്നു, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും ഇങ്ങനെ ചർച്ച ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ തേജസ്സുമായിട്ടാണെങ്കിലും ശരി, ഇതുപോലെ തന്നെ തേജസ് എനിക്ക് തോന്നുന്നത് ഒരു തെക്കൻ കളരിയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ നാൾ തെക്കൻ കളരി പഠിച്ചിട്ട് ശേഷം പിന്നീട് തേജസിൻ്റെ അച്ഛൻ നമ്മുടെ വാസുദേവരുക്കളുടെ ശിഷ്യനെ കുറച്ച് നാൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു വാസുദേവരുക്കൾ മരിച്ചതിന് ശേഷമാണെന്ന് തോന്നുന്നു തേജസ് കളരി വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വരുന്നു. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് തേജസിങ്ങനെ വരുന്നു, തേജസിനെ ഞാൻ ഒരു പ്രാവശ്യം തേജസിങ്ങനെ തിരിഞ്ഞു ചാടാൻ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു സീൻ. അപ്പോൾ ഞാൻ ആ സമയത്ത് കാലഘട്ടത്തിലൊക്കെ കൂടുതലും താമസിച്ചുകൊണ്ടിരുന്നത് കളരിയുടെ കോട്ടേജിലാണ്. കുറച്ചങ്ങോട്ട് മാറി മുകളിൽ കോട്ടയുണ്ട്. അപ്പോൾ ആ കോട്ടേജിൽ നമ്മളിങ്ങനെ മറ്റേ ഈ പൂഴിയല്ല ഗ്രാവൽസ് ഉണ്ടല്ലോ, ഇങ്ങനെ കല്ല് പോലത്തെ ഒരു മുറ്റമാണ് നമുക്ക് അവിടെ ഉള്ളത്. അവിടെ കിടന്ന് പൊരിഞ്ഞ ചാട്ടം ചാടുന്ന ഒരു സീനുണ്ട് ഒരു ദിവസം ഉച്ചയ്ക്ക് കിടന്ന് ഞാനും തേജസ്സും കൂടെ. മീൻസ് അതിൻ്റെ കഴിഞ്ഞിടയ്ക്ക് അതിൻ്റെ ഒരു ചെറിയ സ്റ്റോറി പോലത്തെ സാധനം എനിക്ക് യൂട്യൂബിൽ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടി. അതൊക്കെ ഞാൻ അവനെ അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ തേജസ് പറഞ്ഞു, എന്താ അല്ല ചേട്ടാ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട്. അതായത് അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് അറിയാവുന്ന ഞാൻ അവർക്കറിയാവുന്ന അവരെനിക്കും പറഞ്ഞു തന്ന് മുന്നോട്ട് പോകുന്ന ഒരു രീതിയായിരുന്നു കളരിയിൽ എപ്പോഴും ഉണ്ടായിരുന്നത്. പിന്നീട് ഡോണിലോട്ട് തിരിച്ചു വരുവാണെങ്കിൽ ഞാനും ഡോണും കുറേ നാൾ ഒരുമിച്ച് ഈ പറഞ്ഞ കോട്ടേജിലുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ണി, അതുപോലെ ജയേഷേട്ടൻ എന്നൊക്കെ പറയുന്നത്. ജയേഷേട്ടൻ നല്ല സൂപ്പറായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റും കൂടെയാണ്, നന്നായിട്ട് കളരി ചെയ്യും, സൂപ്പറായിട്ടുള്ള ആർട്ടിസ്റ്റ് കൂടെയാണ്. നന്നായിട്ട് ആയുധങ്ങളൊക്കെ ഉണ്ടാക്കും, ഒറ്റ മുച്ചാണൊക്കെ നന്നായിട്ട് പുള്ളി ബിൽഡ് ചെയ്യും. അപ്പം ഞങ്ങൾ 4 പേരൊക്കെ ഇങ്ങനെ ഒരുമിച്ച് താമസിക്കുന്നു. പിന്നീട് ഞങ്ങൾക്കിടയിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, കുറച്ച് ചെറിയൊരു വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ലാതെ പിന്നീട് അതൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ഞാൻ ജയേഷേട്ടനുമായിട്ട് ചെറിയൊരു ക്രാഷ് ഉണ്ടായി. പിന്നീട് അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈസി ആയിട്ട് മാറുകയും ചെയ്തു. കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ ആ സമയത്ത് ഡോൺ എനിക്ക് കുറേ നാളിങ്ങനെ കളരിയിൽ മാത്രം വന്ന് നിൽക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അത് പറഞ്ഞ ഒരു വർഷം. അപ്പോഴാണ് ഞങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ചുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡോൺ ഇരുന്ന ഇരിപ്പിൽ ഡോണിൻ്റെ മൂഡങ്ങ് ചേഞ്ച് ആവുക. ചിലപ്പോൾ ഇപ്പോൾ നമുക്ക് മൂന്നാർ പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഇപ്പോൾ വാഗമൺ പോകുന്ന തോന്നിക്കഴിഞ്ഞാൽ പുള്ളി അപ്പോൾ പോകുന്നുള്ളൊരു മൈൻഡാണ് പുള്ളിക്ക്. എനിക്ക് തോന്നുന്നത് അതിന് വലിയ മാറ്റം ഇപ്പോഴും വന്നിട്ടില്ലാന്ന് തോന്നുന്നു. ചില സാഹചര്യങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞിടയ്ക്ക് എൻ്റെ അടുത്ത് നാളെ കാണാമെന്ന് പറഞ്ഞിട്ട് പുള്ളീനെ പിന്നെ കാണുന്നത് പുള്ളി പഴനിയിലാണ്, സ്റ്റോറി പുള്ളി പളനിയില്ല, അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ആ സമയത്ത് എനിക്ക് തോന്നുന്നു പി ജിക്കോ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുക, മലയാളം പഠിച്ചുകൊണ്ടിരിക്കുക. ഈ ഡിപ്ലോമയൊക്കെ തോറ്റ് പിന്നെ അതൊക്കെ പിന്നീട് എഴുതിയെടുത്ത് പിന്നെ 22 വയസ്സൊക്കെ ആയപ്പോൾ ഡിഗ്രിക്ക് പോയി ചേർന്നായിരുന്നു DB കോളേജ് ദേവസ്വം ബോർഡിൽ തലപ്പറമ്പ്. ആ സമയത്ത് ഞാൻ സെക്കൻഡ് സെമ്മൊക്കെ ആയപ്പോഴാണ് ഡോൺ ഇവിടെ ആക്റ്റീവായിട്ട് തുടങ്ങിയത്, കളരിയിൽ ആക്റ്റീവായി തുടങ്ങിയത്. ഈ സെക്കൻഡ് സെമ്മിൽ ഞാൻ ക്ലാസ്സിൽ പോണത് തന്നെ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ക്ലാസ്സിലെത്തുന്നത് തന്നെ. രാവിലത്തെ കളരിയിലുള്ള തിരുമും കാര്യങ്ങളൊക്കെ ചെയ്ത് പതിയെ വണ്ടി കയറി അവിടേക്ക് എത്തുമ്പം ആ സമയത്തൊക്കെ ആകും. ടീച്ചർക്കും അറിയാം ഇവന് ഇത്ര സമയത്തൊക്കെ എത്തുള്ളൂ. അവിടെ കയറി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കുണുകുണാന്ന് പറഞ്ഞ് ഫോൺ അടിക്കാൻ തുടങ്ങും. ഏത് ഡോണാശൻ താഴെ വന്ന് കാറുമായിട്ട് വന്ന് കിടക്കുക, വാ നമുക്ക് സിനിമയ്ക്ക് പോവാം, അല്ലെ വാ നമുക്ക് വൈക്കം പോവാം എന്നൊക്കെ പറഞ്ഞ് വിളിയാ.
ഞാൻ ഇറങ്ങി ചെല്ലുകയും ചെയ്യും. അങ്ങനെ വന്ന് ആ സെമ്മിലൊന്നും അറ്റൻഡൻസേ ഇല്ലായിരുന്നു. 40% അറ്റൻഡൻസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളതാണ് ആ സമയത്തൊക്കെ. ഇങ്ങനെ ഡോണുമായിട്ട് കുറേ കറക്കം ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് ഡോണ് ഭയങ്കര ആത്മീയമായിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള രീതികളിൽ മുന്നോട്ട് പോകണം എന്നുള്ള ഭയങ്കര അതിയായ ആഗ്രഹം, സന്യസിക്കാൻ പോകണം എന്നുള്ള ആഗ്രഹം, ചെരുപ്പിടാതെ നടക്കുന്നു, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നു. പിന്നെ ഞങ്ങളെന്ന് വെച്ചാൽ വേനൽക്കാലമൊക്കെ ആകുമ്പം ഞങ്ങൾ കാറെടുത്ത് മൂവാറ്റുപുഴ ആറ്റിൽ പോയി അവിടെ നീന്തൽ. ഇവരൊക്കെ നീന്തും. നമ്മൾ ഈ പോയവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടായിരിക്കും പോകുന്നത്. ഒരു കുന്ന് ഡ്രസ്സ് ഉണ്ടായിരിക്കും, ഒരു നാനോ കാറൊക്കെ ഉണ്ടായിരുന്നു. ആ കാറിനകത്ത് ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ പോയിരുന്ന് കുത്തിയിരുന്ന് അലക്കി വിരിച്ച് ഒക്കെ ഉണക്കിയെടുത്തൊക്കെ തിരിച്ചു പോരുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അത്ര നേരം നമ്മൾ നീന്തുമൊക്കെ ചെയ്യുമായിരുന്നു. ഡോണിങ്ങനെ ആ മൂവാറ്റുപുഴ ആറൊക്കെ കുറുകെ നീന്തും. ആണോ? ആ ഡോണ് ജോജി എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ എന്നെ സംബന്ധിച്ച് എൻ്റെ കളരി ലൈഫിൽ. കാരണം ഞാനും അവനും കൂടെ ഒരുമിച്ചാണ് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നതും മീൻസ് ഒരു തിരുമെടുക്കുന്നതും ഒക്കെ ഞങ്ങൾ ഒരുമിച്ചാണ്. അങ്ങനെ ജോജിയാണ് ആ സമയത്ത് കുറച്ചുകൂടെ, ആ സമയത്ത് എൻ്റെ ഒപ്പം മീൻസ് ഞാൻ ക്ലാസ് എടുക്കാനില്ലെങ്കിലും മീൻസ് ജോജി ക്ലാസ് എടുക്കില്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കും, ഞാൻ ക്ലാസ് എടുക്കാൻ അല്ലെങ്കിൽ ജോജി ക്ലാസ് എടുക്കും. അങ്ങനെ ഒരു രീതിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ആ സമയത്ത്. അപ്പോൾ പിന്നെ കൂടുതലും ഗുരുക്കളുടെ കൂടെ നിൽക്കുന്നത് ഞങ്ങളായിരിക്കും. ഗുരുക്കൾ ചില ദിവസങ്ങളിൽ തിരുമ്മ ചെയ്യാൻ ചിലപ്പോൾ ഞാനായിരിക്കും, ചില ദിവസങ്ങളിൽ ജോജിയായിരിക്കും. അങ്ങനെ ഒരു രീതിയാണ് മുന്നോട്ട്. അപ്പോൾ ജോജി, ഞാനും ഡോണും ഒക്കെ ജോജി ഭയങ്കര നീന്തലുകാരനാണ്. ജോജി മുങ്ങാങ്കുഴി ഇടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡീപ്പ് മുങ്ങാങ്കുഴിയൊക്കെ പുള്ളിയിടാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ അമ്പലത്തിനടുത്തൊരു കുളം, നമ്മളന്ന് പോയൊരു കുളം, കടുത്തി അമ്പലക്കുളം, അതിൽ പോയി നമ്മളിങ്ങനെ നീന്തുന്നു. മഴക്കാലത്തൊക്കെ മണിക്കൂറുകൾ മീൻസ് ഒരു 9:30 വരെ കളരി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മണി വരെ കുളത്തിലായിരിക്കും. അങ്ങനെ ഒരു രീതിയൊക്കെയാണ് ആ സമയത്തുണ്ടായിരുന്നത്. പിന്നെ ആ സമയത്ത് തിരുമൊടിക്കാൻ വേണ്ടി വന്നൊരു പയ്യനാണ് ഉണ്ണി എന്ന് പറഞ്ഞത്. ഉണ്ണി ഇതുപോലെ എന്താ പറയുക, ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നൊരു വ്യക്തി ഉണ്ണിയായിരുന്നു. ഞങ്ങൾ എവിടെയെങ്കിലൊക്കെ കറങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഡോൺ എവിടെയെങ്കിലൊക്കെ പോകും, ചുമ്മാ കറങ്ങി നടക്കും. ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി വെക്കും ഈപ്പൻ. എന്നിട്ട് വൈകുന്നേരം വരുമ്പോൾ ഏട്ടാ, തൃശ്ശൂരുകാരനായിരുന്നു, ചേലക്കരയായിരുന്നു വീട്. അപ്പോൾ ഏട്ടാ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഏട്ടാ, വന്ന് കഴിക്കേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വരുമ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി പുള്ളി ഭയങ്കര നമ്മളെ ഭയങ്കര കാര്യത്തോടെ. അപ്പോൾ ഞങ്ങൾ ഒരു ഫാമിലി പോലെ പറയുന്ന ഒരു ബ്രദർഹുഡ് എന്നുള്ള രീതി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കുറേ ആൾക്കാരാണ് ഇത്രയും പേര്. ജോജി, ഞാൻ, ഡോണ്, തേജസ്, ഉണ്ണി, അപ്പുണ്ണി ഞങ്ങൾ കുറച്ചുകൂടെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ട് നടക്കുമായിരുന്നു ചെയ്തത്. കാരണം ഷാജി ഗുരുക്കളുടെ മോനാണല്ലോ. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ട് നടക്കും, അവനൊന്നും ഇത് ചെയ്യണ്ട അങ്ങനെയുള്ള രീതിയിൽ. ആ കൂടെ കുറച്ച് പേര്, പിന്നെ ഉള്ളത് ബിനീഷ്, അങ്ങനെ ദേവദത്തൻ, അങ്ങനെയുള്ള കുറച്ച് പയ്യന്മാരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മത്സരങ്ങൾക്ക് ഇറങ്ങുമ്പോൾ കുറേ പേര് അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേര് ഇനിയാണ് കുറേ പേരുടെ പേര് ഇനിയും പറയാനുണ്ട്, പെട്ടെന്ന് ഓർമ്മ വരത്തില്ല. അപ്പോൾ അവിടുന്ന് അരവിന്ദ് എങ്ങനെയാണ് സ്വന്തമായിട്ട് ഇത്രയും നാളും ഒരു കളരിയിലായിരുന്നല്ലോ, അവിടുന്ന് ഇങ്ങനെ കൊച്ചി സിറ്റിയിലോട്ട് വരുന്നതും ആ ജേണി ഒന്ന് സ്വന്തമായി ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയാമോ? എങ്ങനെയാണ് ഒരു പുതിയ സ്ഥലത്തോട്ട് വരുന്നു, അതിന്റെ ഒരു സ്ട്രഗിൾസ് ഒക്കെ ഒന്ന് പറയാം. അതിന് മുമ്പ് തന്നെ ഞാൻ ആക്ച്വലി കളരി എന്ന് പറഞ്ഞൊരു പ്രൊഫഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു സാധനം തന്നെ എൻ്റെ മൈൻഡിൽ ഇല്ലായിരുന്നുള്ളതാണ്. മീൻസ് ഇല്ലായിരുന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. എന്തായിരുന്നു അരവിന്ദിന്റെ പ്രൊഫഷൻ? എഡിറ്റർ ആൻഡ് ഓൾ കുറച്ച് വെബ് ഡിസൈനിങ്ങും പരിപാടികളൊക്കെ ചെയ്യുമായിരുന്നു. അതൊക്കെയായിരുന്നു പരിപാടികളൊക്കെ നിന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് അത് മെല്ലെ കുറച്ച് നാൾ ചെയ്തു. പിന്നെ എനിക്കത് വയ്യ എന്നുള്ളൊരു സീനിലെത്തി. പിന്നീടാണ് ഞാൻ മലയാളം പഠിക്കാൻ വേണ്ടി ചേർന്നത്. അതിൻ്റെ പുറകിൽ കളരിയിൽ തന്നെ നിൽക്കണം എന്നുള്ളൊരു ചിന്തയും കൂടെ ഉണ്ടായിരുന്നു. ബേസിക്കലി പ്രൈമറിലി എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കളരിയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മലയാളമൊക്കെ ഓക്കെ റെഡി എന്നുള്ളൊരു സാധനം, ഡിഗ്രി പഠിക്കുക, PG പഠിക്കുക എന്നൊക്കെ അതിൻ്റെ കൂടെ നടന്നു പോയ കാര്യങ്ങളാണ്. അപ്പോൾ ആ സമയത്ത് പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ, കൊറോണയൊക്കെ കഴിഞ്ഞപ്പം ആണ് ഞാൻ പിന്നീട് ആ കൊറോണ കാലഘട്ടത്തിൻ്റെ ആ പീരീഡ് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് കൊച്ചിയിലോട്ട് വരുന്നത്. ഒരു ഡാൻസ് സ്കൂൾ നമ്മളെ ഇങ്ങനെ വിളിക്കുകയും അവിടെ കുറച്ച് നാൾ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് മെല്ലെ മാറിയതിന് ശേഷമാണ് സ്വന്തമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ നവംബറിലാണ് 2024 നവംബറിലാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന നിലം എന്ന് പറയുന്ന സ്പേസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എടുക്കുന്നത്. പക്ഷേ അതിന് മുമ്പേ എനിക്ക് നിലം എന്ന് പറഞ്ഞിട്ടൊരു ഐഡിയ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇങ്ങനൊരു സാധനം പതിയെ ഒരു കളരി സ്റ്റാർട്ട് ചെയ്യണം, മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ. പിന്നെ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ളൊരു അപ്രോച്ചും കൂടെ കളരിയിൽ എനിക്ക് വേണം എന്നുള്ളൊരു ഇത് എൻ്റെ മൈൻഡിലുണ്ട്. കാരണം സാധാരണ ക്ലാസ് എടുക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്
എങ്ങനെയാണ് കുറച്ചുകൂടെ ഒരു കുറച്ചുകൂടെ എല്ലാവർക്കും എൻഗേജ് ചെയ്തിട്ട് എല്ലാ ഏജുകാർക്കും കളരീനെ എങ്ങനെ ഒരു കൂട്ടം വന്നു കഴിഞ്ഞാൽ കൂട്ടത്തെ എങ്ങനെ കളരി വെച്ചിട്ട് നമുക്കൊന്ന് സന്തോഷിപ്പിക്കാൻ പറ്റും, മീൻസ് ഒരു റിലാക്സേഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്തയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എൻ്റെ ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് പോകുന്നത്. അതൊരു റിലാക്സേഷനാണ് എന്നെ സംബന്ധിച്ച് കളരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് തന്നെയാണ് ഞാൻ എൻ്റെ ക്ലാസ്സുകളിലൂടെയും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് എവിടെ നിന്നാണ് അതിൻ്റെ ഒരു ഐഡിയ വന്നതും അത് എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല. അത് എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര എന്നാ കാമായിട്ട് ക്ലാസ് എടുക്കാൻ, മീൻസ് എനിക്ക് മറ്റേ അടി ഇടി വെട്ട് കുത്തുന്നുള്ളൊരു സാധനം, മറ്റേ ഡൊണേഷൻ ഭയങ്കര അടി ഇടി വെട്ട് കുത്തുന്നുള്ളതാണെങ്കിൽ എനിക്കതിന് നേരെ ഓപ്പോസിറ്റാണ്. വേണ്ട, അടി വേണ്ട, ഇടി വേണ്ട എന്നുള്ളൊരു സാധനം. പൊതുവെ പേടിയായിരിക്കും, പേടി നല്ലോണം ഉണ്ട് എനിക്ക്. ആക്ച്വലി നല്ല രീതിയിലുള്ള പേടിയും സാധനങ്ങളും ഒക്കെ ഉണ്ട്. അതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാനാണ് കളരിയെ ഹെൽപ്പ് ചെയ്യുന്നത് ശരിക്കും. അത് എന്ന് പറഞ്ഞ പോലെ തന്നെ ആ സമയത്ത് അപ്പം എൻ്റെ ക്ലാസ്സും നേരെ സമാധാനത്തിൻ്റെ വക്കിലേക്ക് എത്തുക എന്നുള്ളൊരു, നമുക്കൊരു പീസായിട്ട് എല്ലാവർക്കും ഇരിക്കാമെന്നുള്ളൊരു രീതിയായിട്ട് ബന്ധപ്പെട്ടാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഫിറ്റ്നസ്സാണ് ഇമ്പോർട്ടൻസ് എന്ന് ഞാൻ മനസ്സിലാക്കും. എന്താ പറയുക, നമ്മളുടെ ബോഡിക്ക് അത്യാവശ്യം വേണ്ട ഒരു സാധനം ഫിറ്റ്നസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ ഏജുകാർക്കും അപ്പോൾ കളരി വെച്ചിട്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതെങ്ങനെ മുന്നോട്ട് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. അതുപോലെ തന്നെ മൈൻഡ് പിന്നീടാണ് ആദ്യം ഞാൻ ഈ ഒരു ഫിറ്റ്നസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഒരു ഫിറ്റ്നസ് രീതിയിൽ ഇതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ള രീതിയിൽ. പക്ഷേ പിന്നീട് അത് കഴിഞ്ഞിട്ട് ആണ് മൈൻഡ് എന്നുള്ളൊരു സാധനം, അല്ലെങ്കിൽ മനസ്സ് കുറച്ചും കൂടെ ആൾക്കാർ പറഞ്ഞു ക്ലാസ്സിനൊരു സമാധാനം ഉണ്ടെന്നുള്ളൊരു സാധനം ആൾക്കാർ പറയുമ്പോഴാണ് ഞാൻ തന്നെ മനസ്സിലാക്കുന്നത് ഇതിനകത്ത് ഇങ്ങനൊരു സാധനം കൂടി വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം എനിക്ക് തന്നെ ധാരണയിലെത്തുന്നത്. അതുവരെ ഞാൻ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് ആ സാധനത്തിൻ്റെ ഒരു രീതി ഞാൻ കൊടുക്കാമെന്ന് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അതിനകത്തുനിന്ന് എനിക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. ആൾക്കാർ ഇങ്ങോട്ട് പറയുമ്പോഴാണ്, നമ്മൾ ക്ലാസ്സുകളുടെ ഇടയ്ക്ക് ഞാനിങ്ങനെ വട്ടം കൂടി ഇരുത്തിയിട്ട് നിങ്ങൾക്ക് എന്താണ് കളരിയിൽ നിന്ന് മനസ്സിലാവുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു ഇടയ്ക്ക് നേരത്തെ. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇടയ്ക്ക് ഒരു 6 മാസം അല്ലെങ്കിൽ 6-7 മാസം കൂടുമ്പോൾ ഞാനങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയും ഇത്ര മാറ്റങ്ങളുണ്ടായി. അപ്പോൾ കൂടുതലും എല്ലാവരും പറയുന്നത് അവരുടെ മെൻ്റൽ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്തു, മെൻ്റലായിട്ടുള്ള അവരുടെ എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടെ എന്താ പറയുക ഹോർമോണിക്കൽ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു എന്താ പറയുക ഈക്വൽ സെറ്റപ്പിലേക്ക് എത്താൻ നേരത്ത് കിട്ടുന്നൊരു സമാധാനം അത് കിട്ടി തുടങ്ങിയപ്പോഴപ്പോൾ ഞാൻ എന്നാൽ പിന്നെ കുറച്ചുകൂടെ ആ രീതിയിൽ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ ബ്രീത്തിങ് കാര്യങ്ങളൊക്കെ കൂടുതൽ ഉൾപ്പെടുത്താൻ തുടങ്ങിയത്. യോഗയുടെ കുറച്ച് കാര്യങ്ങൾ കളരിയുടെ അവസാന സെക്ഷനുകളിലേക്ക് ഉൾപ്പെടുത്തിയത്, പ്രാണായാമങ്ങളൊക്കെ ഉൾപ്പെടുത്തി തുടങ്ങിയത്. അപ്പോൾ ക്ലാസ്സിന് കുറച്ചും കൂടെ വേറൊരു സ്ട്രക്ചർ രൂപപ്പെട്ടു വന്നു. ഇനിയും മാറുമായിരിക്കും, ഓരോ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ക്ലാസ് ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. മീൻസ് ഞാനിങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ക്ലാസ്. നിങ്ങളൊക്കെ എൻ്റെ പരീക്ഷണ വസ്തുക്കളും ഓക്കെ അങ്ങനെ. അപ്പം നിലംകളരിയും അരവിന്ദാശാൻ ഫ്യൂച്ചറിൽ എന്താണ് ലൈക്ക് വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് ഈസ് ദർ എ വിഷൻ ദാറ്റ് യു വോണ്ട് ടു ടേക്ക് ഇറ്റ് ഫോർവേഡ്? ആൻഡ് ഓൾസോ പേഴ്സണൽ ലൈഫിൽ എന്താണ് ഉണ്ടായ വ്യത്യാസവും ആൻഡ് കുഡ് യു ഷെയർ സം ഓഫ് ദ സ്ട്രഗിൾസ്? അതായത് സ്വന്തമായിട്ട് കളരി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഉണ്ടായ കുറച്ച് മാറ്റങ്ങൾ എന്തൊക്കെയാണ് സാധനം. അത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സ്ട്രഗ്ലിങ് പീരീഡിൽ നിന്നാണ് നമ്മൾ പെട്ടെന്നൊരു സാധനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകാമെന്നുള്ളൊരു സാധനം. അപ്പോൾ നമ്മൾ അന്നേരം കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് എൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ള തന്നെ ഒരുപാട് പേരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സാമ്പത്തികപരമായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് നമ്മൾ ആ സമയത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് ഇത് വന്നത്. അപ്പം അടിസ്ഥാനപരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എപ്പോഴും പൈസ, ക്യാഷ് അനിവാര്യമാണെന്നുള്ളൊരു സാധനം നമുക്ക് ആ സമയത്ത് മനസ്സിലായി. കാരണം നമ്മൾ എത്രയൊക്കെ തളർന്നു നിന്നാലും നമുക്കൊന്ന് കയറണമെങ്കിൽ നമ്മളുടെ കോൺഫിഡൻസ് മാത്രമല്ല, നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ളൊരു ശേഷി കൂടി നമുക്ക് വേണം. കാരണം കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സങ്കടം പോലും നമുക്കൊരു പരിധി വരെ മുന്നോട്ട് ഇവൻ ഒരു തെറാപ്പി എടുക്കണമെങ്കിൽ പോലും നമുക്ക് പൈസ വേണമല്ലോ. പൈസ ഇല്ലാതെ ഈ ലോകത്തൊന്നും കിട്ടില്ല നമുക്ക്. അപ്പം നമ്മളുടെ ഫിനാൻഷ്യൽ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തതും. പക്ഷേ ആ സമയത്ത് എങ്ങനെയൊക്കെയോ ആരൊക്കെയോ ആ സമയം ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിള്ളേർ വളരെ കുറവാണെങ്കിലും പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു എന്നാ പറയുക ഒരു
കയറ്റം, അതായത് ഒരു എണ്ണത്തിലൊരു വർധനവ് പല്ല വളരണം. അപ്പം നിങ്ങളൊക്കെ ആണെങ്കിൽ ശരി, ഇഷയെന്നൊരു ഒരു പറ്റം ആൾക്കാർ വരുന്നു എന്നുള്ളൊരു സാധനം പിന്നീട് ഇപ്പോൾ വൈശു വന്നതിന് ശേഷം കുറേ പേര് ഇഷയുള്ള ആൾക്കാർ തന്നെ വന്ന് കളരിക്ക് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ സാമ്പത്തികപരമായിട്ടൊരു കുറച്ചും കൂടെ ബെറ്ററായി ഓരോ മാസം കഴിയുന്നതോറും അതിങ്ങനെ പതിയെ ബിൽഡപ്പായി വരുന്നു എന്നൊക്കെ ഉള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷെ അപ്പോഴും എനിക്ക് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് എനിക്ക് വലിയ ധാരണയില്ലായിരുന്നു. ആ സമയത്ത് നമുക്ക് അവിടുത്തെ റെൻറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മളുടെ EMIകൾ ചിലപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മളുടെ ഫുഡ് പ്രോപ്പറല്ല, കൃത്യമായിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നില്ല. മൊത്തത്തിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുന്ന സാധനം എന്നെ സംബന്ധിച്ച് ഇല്ല എനിക്ക്. കാരണം ഞാനത് അങ്ങനെ ഒരു സാധനം എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെ കണ്ടു വന്നിട്ടില്ല. മീൻസ് അമ്മ കുറച്ചുകൂടെ നന്നായിട്ട് ഫിനാൻഷ്യലി കുറേ കാര്യങ്ങൾ പിടിച്ചു വെക്കുന്നു. അപ്പോഴും അമ്മ പിടിച്ചു വെക്കുന്ന കയ്യിലാണ്. അപ്പം ഞാൻ വിചാരിക്കുന്ന കയ്യിൽ പൈസ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കയ്യിൽ പൈസ വെക്കുന്ന കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ എടുത്ത് സൂക്ഷിച്ച് വയ്ക്കും കുറച്ച് പൈസ. അങ്ങനെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഓക്കെ സെറ്റപ്പ് ആവും, ലൈഫ് ഓക്കെ ആവും എന്നുള്ള സാധനം എനിക്ക് ആ സമയത്ത് ഞാൻ കണ്ടുപഠിച്ചത്. അതാണ് എന്നെ സംബന്ധിച്ച് ഒരു ഫ്യൂച്ചറിലേക്ക് നമ്മൾ എങ്ങനെയാണ് പൈസ സേവ് ചെയ്യേണ്ടതെന്നുള്ള ആകെയുള്ളൊരു എൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ അതാണ്. അങ്ങനെ സേവ് ചെയ്യണം എന്നുള്ളൊരു സാധനം. പിന്നീട് നമ്മൾ കണ്ടുവരുന്നത് ലൈക്ക് പണിയെടുക്കാൻ പോകുന്നു, കൂലി കിട്ടും, അച്ചായ്ക്കും അമ്മച്ചിയും കൂലി കിട്ടുന്നു. ചിലവ് കൊയ്ത്തൊക്കെയാണെങ്കിൽ കൂലി കിട്ടത്തില്ല, നെല്ല് മാത്രമേ കിട്ടത്തുള്ളൂ. ഡിപ്പെൻസ്, അതിപ്പോൾ എന്താണെങ്കിലും ശരി കിട്ടുന്നു. ആ സമയത്ത് നമ്മൾ ആ ഒരു രീതി കൊണ്ട് മുന്നോട്ട് പോകുന്നു. പൈസ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോഴാണ് ഞാൻ കുറച്ചും കൂടി ഡീപ്പായിട്ടും ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോഴും എനിക്കൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല. തുടക്കത്തിൽ എങ്ങനെയാണ് പൈസേനെ സേവ് ചെയ്യേണ്ടത്, വയ്ക്കേണ്ടത്, എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യേണ്ടത്, അതിനെപ്പറ്റി അതുകൊണ്ടാണ് ഞാൻ വൈശുവിൻ്റെ അടുത്ത് വന്നിട്ട് എങ്ങനെയാണ് ഇതിനെപ്പറ്റി ഉള്ളൊരു ധാരണ വേണമെന്നൊക്കെ ചോദിക്കുന്നതും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇൻഷുറൻസിനെ പറ്റിയൊക്കെ ചോദിക്കുന്നതൊക്കെ. അപ്പോൾ വൈശു തന്നെ പറഞ്ഞു ഇൻഷുറൻസ് എടുക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയില്ല എങ്ങനെയാണത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ളതിനെപ്പറ്റി. അപ്പോൾ ഞാനിരുന്ന് ഇപ്പോൾ ജോഷണ്ണനാണെങ്കിൽ ജോഷണ്ണൊരു BNI ബിസിനസ് കുതകിയായതുകൊണ്ട്, അത് ബഫൂണായതുകൊണ്ട് ഈ ജോഷണ്ണനും ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി ആശാനെ, പൈസ പോവും ഫ്രണ്ട്സുമായിട്ട് തിരിച്ചു വരും, എന്ന രീതിയിലാണ് ജോഷണ്ണൻ നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു രീതി, അതായത് ഒരു ഫിനാൻഷ്യലി നമ്മൾ എങ്ങനെ ഒരു ഫിനാൻസ് എങ്ങനെ കൈകാര്യം ചെയ്യണം, പൈസ എങ്ങനെ കിട്ടി അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ടീച്ചിങ് സാധനം നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. അല്ല, അവർക്കും അതറിയത്തില്ല. അവരുടെ കുഴപ്പമല്ല, അവരും അങ്ങ് ജീവിച്ചു വളർന്നത്. അവരുടെ കയ്യിൽ എനിക്ക് തോന്നുന്നത് പൈസ കിട്ടാൻ തുടങ്ങിയത് തന്നെ വളരെ കുറച്ച് കാലമായിട്ടുള്ള. അതുവരെ ഈ പാടത്ത് പണിയെടുക്കുന്ന അല്ലെങ്കിൽ കൊയ്ത്ത് പണിയെടുക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്നത് നെല്ല് കാര്യങ്ങളൊക്കെ, ഇവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ട ഫുഡ് മാത്രമേ ഇവർക്ക് കിട്ടുന്നുള്ളായിരുന്നു പ്രതിഫലമായിട്ട്. അല്ലാണ്ട് പൈസ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടി തുടങ്ങിയത് വളരെ റീസെൻ്റ്ലി. അറിയാമല്ലോ നമ്മളുടെ കേരളത്തിൻ്റെ വ്യവസ്ഥിതിയൊക്കെ അങ്ങനെയായിരുന്നു. ലൈക്ക് നമുക്ക് കൂലി കിട്ടിക്കൊണ്ടിരുന്നില്ല, കൂലിക്ക് പകരം നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ ഈ പറയുന്ന തരത്തിലുള്ള നെല്ലോ അല്ലെങ്കിൽ ലൈക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. പൈസ കിട്ടിയാൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടി നമുക്കിഷ്ടമുള്ള നമുക്ക് വാങ്ങാൻ പറ്റത്തുള്ളൂ. അതുവരെ നമുക്ക് ഈ നെല്ല് കൊടുത്താൽ നമുക്ക് എന്ത് വാങ്ങാൻ പറ്റും? ഒന്നും വാങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളുടെ ജീവിതം എപ്പോഴും ആ ഒരു രീതിയിൽ അടിച്ചമർത്തപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ പൈസ കിട്ടുന്നതോടുകൂടി ആൾക്കാർ അതിനെപ്പറ്റി ചിന്തിക്കുന്നു. അപ്പോഴും നമുക്കറിയില്ല, നമ്മുടെ DNA ഇങ്ങനൊരു സാധനം ഇല്ല, നമുക്ക് ആരും പറഞ്ഞു തരുന്നില്ല, നമ്മളുടെ വിദ്യാഭ്യാസ രീതികളിൽ അതില്ല, ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ആ കൂടി പെട്ടുപോവുക. പൈസ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇത് നമ്മളെ കയ്യിൽ നിന്ന് പൈസ ചിലവാകുന്നു, പക്ഷേ എങ്ങനെ ചിലവാകുന്നതെന്ന് നമുക്കറിയില്ല. പൈസ വരുന്നുണ്ടായിരിക്കും, ഇത് പോകുന്ന അറിയത്തില്ല, അവസാനം കയ്യിലൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതിനെ സേവ് ചെയ്യാൻ വേണ്ടി ഇപ്പം RDയുടെ ആശാൻ പോയി RD ഇടുന്നൊക്കെ ജോഷണ്ണൻ പറയുന്നത്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി വരുന്നത് ഈ ഒരു വളരെ റീസെൻ്റായിട്ട്, എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസമായിട്ടേ ഉള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ എനിക്കൊരു ധാരണ ഉണ്ടായി വന്നിട്ട് തന്നെ. അപ്പോൾ ഇനി എന്നെ സംബന്ധിച്ച് കുറച്ച് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കളരി വെച്ചിട്ട് നമുക്ക് ഭയങ്കര ആത്മീയമായിട്ടുള്ള ഡിസിപ്ലിനോ അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക ഫിസിക്കൽ ഡിസിപ്ലിനൊക്കെ മീൻസ് നമ്മളുടെ ശരീരത്തിൻ്റെ എന്താ പറയുക രീതിയൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഈ ഫിനാൻഷ്യൽ സാധനം വേറെ എൻ്റെ ഇതിൽ നിന്നൊക്കെ വളരെ ഡിഫറെൻ്റ് ആണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കി തുടങ്ങുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക, പറ്റുന്ന പോലെ അതിൽ എങ്ങനെയാണ്
ചെയ്യാൻ പറ്റുന്നത് അത് ഈ പറയുന്ന അടുത്ത ആൾക്കാർ എനിക്കറിയാവുന്ന ഇതുപോലുള്ള ബുദ്ധിമുട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുക. ഇതൊക്കെ എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ്. പിന്നെ നിലം കളരി നമ്മളെ തേജസാശാൻ്റെ ഗഗന കളരി, ആർന്ന കളരി, നമ്മളെ കളരി എല്ലാം കൂടെ ഞങ്ങളെല്ലാം ഒരുമിച്ചൊരു ഒരു കമ്മ്യൂണിറ്റി പോലെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പം കളരിക്ക് വേണ്ട മീൻസ് കളരീനെ മുന്നോട്ട് നിലനിർത്താൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. നമുക്ക് വേണ്ടി എന്നതിനേക്കാൾ എന്നതിനോടൊപ്പം തന്നെ കളരി എന്നൊരു ആർട്ട് ഫോമിനെ ഭയങ്കര ഇപ്പം നമുക്കറിയാം ഇപ്പോൾ സ്കൂളുകളിലൊക്കെ നമ്മൾ ഇന്നും കൂടെ സംസാരിച്ച് സൂമ്പയൊക്കെ ഭയങ്കര എല്ലാ സ്കൂളുകളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര വിഷയമാവും. എന്നാലും ശരി, ഒരു സുമ നല്ല ആൾക്കാർ വളരെ മികച്ച എപ്പോഴും നല്ലതാണ്. ഒരു വർക്കൗട്ട് അല്ലെങ്കിൽ ഒരു എന്നാ പറഞ്ഞാൽ ശാരീരിക അച്ചടക്കം പിള്ളേരിൽ വളർത്തിയെടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം അവർക്ക് മറ്റുള്ള രീതികളിലൊക്കെ പോകാനും അതായത് ഒരു നമ്മളുടെ തന്നെ ശരീരത്തിൽ ഒബ്സസ്ഡ് ആയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും നമ്മളെ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിനെ അലമ്പാക്കാൻ തോന്നത്തില്ല. നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ മാറ്റി നിർത്തും. ഈവൻ നമ്മളുടെ ഫുഡ് ഹാബിറ്റ് പോലും മാറി വരും. ഷുഗർ കട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. നമ്മൾ വൺസ് നമ്മളുടെ ബോഡിയിൽ നമ്മൾ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ, ചെയ്യുന്നതിൽ വ്യത്യാസം കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ എനർജി ആയിരിക്കും, ചിലപ്പോൾ നമ്മളെ സ്റ്റാമിന ആയിരിക്കും, ചിലപ്പോൾ നമ്മളുടെ മസിലായിരിക്കും, ചിലപ്പോൾ നമ്മളുടെ എന്താ പറയുക മാനസിക ആരോഗ്യമായിരിക്കും. ഇതെല്ലാം കണ്ടു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനെ അലമ്പാക്കുന്ന ഒന്നും തന്നെ നമ്മൾ ഇൻടേക്ക് ചെയ്യത്തില്ലാത്തൊരു രീതിയിലോട്ട് നമ്മൾ എത്തും. അപ്പോൾ ശാരീരികമായിട്ട് അച്ചടക്കം പിള്ളേർക്ക് വളരെ നല്ലതാണ്. ഈ സുംബ പഠിപ്പിക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷേ അപ്പോഴും നമ്മളുടെ കളരി എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു മാർഷൽ ആർട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ഒരു ലൈഫ് സ്റ്റൈൽ പോലെ നമുക്ക് നിൽക്കുന്ന ഒരു മാർഷൽ ആർട്ടിനെ നമ്മൾ മറന്നു പോകുന്നതും അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക ബൂസ്റ്റ് ചെയ്യാത്തതും അതിനെ പ്രൊമോട്ട് ചെയ്യാത്തതും അതിനെ പ്രിസർവ് ചെയ്യാത്തതും ഒക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇതുപോലുള്ള നമ്മളിലൂടെ എങ്ങനെ ഇത് കുറച്ചധികം ആൾക്കാരിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് ചെയ്യാൻ പറ്റുക. അതിലൂടെ പതിയെ നമ്മൾ ഏൺ ചെയ്യുക. രണ്ടും വേണമല്ലോ, ജീവിക്കാൻ നമുക്ക് പൈസ വേണം. അതുപോലെ തന്നെ കളരീനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ, അതായത് ഇനി വരുന്ന ആൾക്കാർക്ക് കളരി പഠിച്ചു കഴിഞ്ഞാൽ അതിലൂടെ മുന്നോട്ട് ജീവിക്കാൻ പറ്റുമോ, അതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, അതിനെപ്പറ്റിയൊക്കെ അന്വേഷിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തേജസ്സുമായിട്ടൊക്കെ ഞാൻ കൂടുതൽ സംസാരിച്ച് ഞങ്ങളേറ്റവും കൂടുതൽ സംസാരിക്കുന്നത് അങ്ങനെയാകും. ചേട്ടാ നമ്മുടെ കൂടെ തന്നെ പിള്ളേരെ നമ്മളെങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ളൊരു സാധനമാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് ഞാനും തേജസ്സും കൂടെ ഹൽദ്വാനിയിൽ അവിടെ ഉത്തരാഖണ്ഡിൻ്റെ അവർ ചോദിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങളുടെ ഗവൺമെൻറ് ഇത് കാണുന്നില്ല എന്നുള്ളൊരു സാധനം ചോദിക്കുന്നുണ്ട്. അവൻസ് അവിടുത്തെ ഇതിനെപ്പറ്റി മനസ്സിലാക്കുന്ന സാധാരണ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഉത്തരാഖണ്ഡിൽ പോകുന്നു, അവിടുത്തെ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ ഫോറസ്റ്റ് ഗാർഡ്സിനാണ് നമ്മൾ കളരിപ്പയറ്റിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നത്. അതിപ്പം എല്ലാ 3 മാസം കൂടുമ്പോഴും അവിടെ ചെന്ന് നമ്മൾ കൊടുക്കണം. അപ്പോൾ അവർ അത്രമാത്രം ഇതിൻ്റെ വാല്യൂ മനസ്സിലാക്കിയിട്ട് നമ്മളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് തന്നെയാണ് നമ്മളെ അവിടെ കൊണ്ടുചെല്ലുന്നതും അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതും ഒക്കെ. അത് നമുക്ക് ഈസിലി ഇവിടെ ഇത്രയും അവൈലബിൾ ആയിട്ടുള്ളൊരു ആർട്ട് ഫോം എന്ന നിലയിൽ ഇതിനെ ഒന്ന് ഗ്യാദർ ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ഒരുമിച്ച് കൂട്ടി ഇതിനെ എല്ലാ സ്കൂളുകളിലേക്കും ഒന്ന് എത്തിക്കുക എന്നൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതൊക്കെ നമ്മളുടെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള കാര്യങ്ങളാണ്. ഡിപ്പെൻസ് അത് ചെയ്യാനിരിക്കാം. അങ്ങനെ അടുത്തത് ഞാൻ വിട്ടുപോയി ചോദിക്കാൻ. ഞാൻ എവിടെയോ കേട്ടതാണോ അതോ എൻ്റെ മുന്നേ നടന്നാണോന്ന് എനിക്കറിയില്ല. ഏതോ ഒരു പേരൻ്റ് കളരി ചേർത്തില്ല, അവൻ വയലൻറ്റ് തിങ്കിങ് ദാറ്റ് ഇഫ് യു ലേൺ എ മാർഷൽ ആർട്ട് ഹി വിൽ ബിക്കം മോർ വയലൻറ്റ്. അതായത് കളരിയിൽ നമ്മൾ പല ഇതൊക്കെ ചേരുമല്ലോ. അപ്പം ഇത് വയലൻസ് പ്രൊമോട്ട് ചെയ്യുമോ അല്ലെ ഇപ്പം തല്ലുകൂടാനുള്ള ഒരു പ്രവണത കൂട്ടുവോ? മനസ്സിലായത് ഒരു അഗ്രഷൻ കൂട്ടുന്ന ഒരു രീതിയാണോ കളരിക്കുള്ളത് എന്നുള്ളൊരു സാധനം. പൊതുവേ നമുക്ക് കളരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ കളരി ഒരു ഭയങ്കര എനർജി കൂടുതൽ വേണ്ട ഒരു മാർഷൽ ആർട്ടാണ്. നമുക്ക് വളരെ ചെറുപ്പത്തിലേ പഠിക്കണം. അതുപോലെ തന്നെ ഭയങ്കര ഈ പറഞ്ഞ പോലെ ഭയങ്കര എനർജി വേണം. അതുപോലെ തന്നെ വാളും പരിചയമൊക്കെ വരും, ചാട്ടങ്ങൾ ഒരുപാടുണ്ട്, മുറിയും, ദേഹം വേദനിക്കും. മൊത്തത്തിൽ ആൾക്കാരുടെ ആരുടെ അടുത്ത് കളരിനെ പറ്റി ചോദിച്ചാലും എനിക്കൊരു
30 വയസ്സൊക്കെ ആയി, ഇനി കളരി പിടിക്കാൻ പറ്റില്ല, ആ ഒരു രീതിയിൽ സംസാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷെ ഇപ്പോൾ അത് കുറച്ച് മാറി വരുന്നുണ്ട്. എന്നാലും കളരിനെ പറ്റി നിലനിൽക്കുന്ന എല്ലാ ഒരു മിസ്കൺസെപ്റ്റ്സ് ആണ്, അല്ലെങ്കിൽ അബദ്ധധാരണകളാണ് ആൾക്കാർക്ക് കൂടുതലും ഉള്ളത്. പക്ഷേ ഈ അതിലൊന്നാണ് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ അഗ്രസീവായിട്ട് ആൾക്കാരെ ഡെവലപ്പ് ചെയ്യുന്നുള്ള സാധനം. നമ്മളിപ്പോൾ പയറ്റുന്ന സമയത്ത് ഭയങ്കര അഗ്രസീവ് ആയിരിക്കും നമ്മൾ. അത് ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ കയ്യിൽ കളരിക്കകത്ത് കയറി നിന്ന് നമ്മളുടെ കയ്യിൽ ഒരു വാളും പരിചയം കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു തരം അതെനിക്ക് തോന്നുന്നത് ഒന്ന് ഓർത്ത് വയ്ക്കുക, നമ്മളെല്ലാവരും നമ്മളുടെ സർവൈവലിന് വേണ്ടി ഫൈറ്റ് ചെയ്തു എന്ന ആൾക്കാരാണ്. അതായത് ഒരു എവല്യൂഷൻ ഹിസ്റ്ററി എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാ ജീവികളും സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. സർവൈവ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒന്നില്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അവിടെ എന്താ പറയുക ഫ്ലൈറ്റ് ചെയ്യുക, മീൻസ് ഓടി രക്ഷപ്പെടുക. ഒന്നില്ല ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ അവിടെ തരിച്ച് നിൽക്കുക, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുക. ഇത് ഏതെങ്കിലും രീതിയായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളുടെ ബോഡിക്കും മൈൻഡിനും ഒക്കെ അത് ഡിപ്പെൻഡ്സ് നമ്മൾ ഇതുപോലെ ഇരിക്കും. എന്തൊക്കെ തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ഈ വാളും പരിചയമൊക്കെ എടുത്ത് നിൽക്കാനത്ത് ഈ DNA എപ്പോഴും മ്യൂട്ടേറ്റർ ആവുമല്ലോ. മീൻസ് ഈ DNA നമ്മളുടെ മൈൻഡിൽ എപ്പോഴും കിടപ്പുണ്ടാകും. അപ്പോൾ നമുക്കൊരു വീരം വരും. നമ്മളെ കയ്യിലൊരു അല്ലേ തന്നെ നമ്മളെ കയ്യിലൊക്കെ ഒരു 3-4 വയസ്സോ അല്ല ഒരു 5-6 വയസ്സുള്ള പിള്ളേരുടെ ചുമ്മാ ഒരു കത്തി ഒക്കെ എടുത്ത് നോക്കുക, അവർ ചുമ്മാ വെട്ടി പുളി നടക്കും എന്ന് പറഞ്ഞ പോലെ അവർക്ക് എപ്പോഴും ആ ഒരു ഇത് ആ ഒരു സാധനം എപ്പോഴും ഉണ്ട്. അപ്പം ഈ ഒരു ഇതിൽ നിൽക്കാൻ നേരത്ത് നമുക്ക് അഗ്രസീവായിട്ട് വരുന്നുണ്ടെങ്കിലും, പക്ഷെ അടിസ്ഥാനപരമായിട്ട് കളരി നമ്മളെ ടീച്ച് ചെയ്യുന്നത് എങ്ങനെ ഒരു ഫൈറ്റിനെ ഒഴിവാക്കാം എന്നുള്ളൊരു സാധനമാണ്. അല്ലാണ്ട് എങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ടാക്കാം എന്നതിനേക്കാൾ ഉപരി അത് നമ്മളുടെ ആശാൻ എപ്പോഴും പറയും, ഒന്ന് മാറിയ ഒരു കുടുംബം രക്ഷപ്പെടുമെന്ന്. അതായത് ഒന്ന് മാറിയ ഒരു കുടുംബം രക്ഷപ്പെടണം. മീൻസ് ഒന്ന് മാറിക്കോളുക, മീൻസ് കുറച്ചൊന്ന് ഈഗോ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഒരു കുടുംബം രക്ഷപ്പെടും. ചിലപ്പോൾ നമ്മുടെ കുടുംബമായിരിക്കും, ചിലപ്പോൾ അവൻ്റെ കുടുംബമായിരിക്കും, ഡിപ്പെൻസ് എന്താണെങ്കിലും. അങ്ങനെ എപ്പോഴും പറയാറുണ്ട്. അപ്പം അത്രയും ഭയങ്കര ഒരു ഫൈറ്റിനെ എങ്ങനെ ഇല്ലാണ്ടാക്കാൻ, ഒരു വഴക്കിനോ ഒരു സാഹചര്യത്തെ ഒഴിവാക്കാനുള്ള എല്ലാ സാധ്യതകളും നമുക്ക് കളരി പകർന്നു തരുന്നുണ്ട്. അത് ഭയങ്കരമായിട്ടുള്ളൊരു അച്ചടക്കത്തിലൂടെ, കാരണം ഒരു സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള നമ്മളുടെ ഒരു വ്യക്തിയെ ഡെവലപ്പ് ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് കളരി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു മാർഷൽ ആർട്ട് എന്നതിനേക്കാൾ ഉപരി ഇതൊരു ലൈഫ് സ്റ്റൈലായിട്ട് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും പല സാഹചര്യങ്ങളിലും. കാരണം നമ്മളവിടെ ചെല്ലുന്നു, നിൽക്കുന്നു, ഗുരുക്കളുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, ആ ഒരു ഗുരുശിഷ്യ ബന്ധം, അവിടെയുള്ള റെസ്പെക്റ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റെസ്പെക്റ്റ്, പിന്നീട് നമ്മൾ ആ ലേൺ ചെയ്യുന്ന പ്രോസസ്സ് ഭയങ്കര ഇത്ര ഫിലോസഫിക്കലായിട്ട് ഒരു സാധനത്തിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി കൂടിയുണ്ട്. കാരണം കുറേ സാധനങ്ങൾ പഠിപ്പിക്കുന്നു. എന്താ പറയുക, നമ്മളിപ്പം കരാട്ടക്കിട്ട് സിനിമയ്ക്കകത്ത് കാണിക്കത്തില്ലേ, കോട്ടെടുത്തിടുന്നു താഴത്തേക്കിടുന്നു, കോട്ടെടുത്തിടുന്നു താഴത്തിടുന്നു, ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ട്. അപ്പോൾ എന്നുവെച്ചാൽ ഇത് ഒരു സാധനം തന്നെ ഇങ്ങനെ റിപ്പീറ്റായിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പം ഒന്നില്ലെങ്കിൽ ഇത് ഇവന് മനസ്സിലാവണം, ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും സംഭവം ഉണ്ടെന്നുള്ള സാധനം ഇവന് മനസ്സിലാവണം. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പം ഗുരുക്കൾ പറഞ്ഞു തരും. പക്ഷെ അപ്പോഴത്തേക്കും നമ്മൾ ആ സാധനം ചെയ്ത് നമ്മളുടെ ബോഡി അതുമായിട്ട് ഭയങ്കര സെറ്റായിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതാണെന്ന് ജസ്റ്റ് പറഞ്ഞു തന്നാൽ മതി, എടാ ഇത് ഇന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ അത് ബ്ലെൻഡ് ചെയ്ത് ഓക്കെ അപ്പം തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. കാരണം കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതായിരിക്കും. കാരണം ഒരേ സാധനം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി, അത് ക്ഷമയുള്ള ഒരാൾക്കേ പറ്റത്തുള്ളൂ. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ക്ഷമ വരുക. അപ്പം അഗ്രസീവ് ആവാണ്ടിരിക്കാനുള്ള ഒരു മെയിൻ ടൂൾ ആക്ച്വലി ക്ഷമിക്കുക എന്നുള്ളതാണ്. അത് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് കളരി ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഒരു കുട്ടീനെ കൊണ്ട് കളരി ചേർക്കാൻ വേണ്ടി വരുമ്പം കളരിയുടെ 2 പേര് വളരെ ഓപ്പണായിട്ട് നമ്മൾ കാണുന്നത് 2 പേര് വാളും ഇപ്പം നമ്മളുടെ ബിനീഷും അപ്പുണ്ണിയും കൂടെ പയറ്റിയ ആ ഉറുമിപ്പയറ്റ് നമ്മൾ കാണണല്ലോ. ആ ഉറുമിപ്പയറ്റ് ഭയങ്കര ഡീപ്പായിട്ട് അവർ ഭയങ്കരമായിട്ട് പയറ്റുന്നു. പക്ഷെ അത് കണ്ട് നമ്മൾ കാണുന്ന ഒരാൾക്ക് സ്വന്തം കൊച്ചിനെ വിടാൻ വേണ്ടിയിട്ട്, പക്ഷെ അവരുടെ അടുത്തും അതിനകത്ത് കാര്യമുണ്ട്. തിരിച്ച് മേ ബി ആയിരിക്കാം, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ കൊണ്ടുവരുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ പയറ്റുവാണെങ്കിൽ കൊച്ചിന് നമ്മുടെ പിള്ളേരെ അങ്ങോട്ട് വിട്ട് പിള്ളേർക്ക് ആപത്താവുക, മീൻസ് ഡേഞ്ചർ അല്ലേ എന്നുള്ളൊരു സാധനം നമ്മളാളും ചിന്തിക്കും. ഇപ്പം നമുക്ക് കളരിയൊന്നും അറിയാൻ പാടില്ല, നമ്മൾ പിള്ളേരുമായിട്ട് കളരി കാണാൻ വേണ്ടി പോകുമ്പോൾ അവന്മാരവിടെ വെട്ടിക്കീറുന്നു, ചോര വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ
വേണ്ട അതെ. ഇത് വേണ്ട, ഇത് ശരിയാവില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നതിലും കാര്യമുണ്ട്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സാധനം ജനങ്ങളിലേക്ക് എത്തുന്നില്ല. ജനങ്ങളിലേക്ക് എത്തുന്ന എപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ്. അല്ലാതെ ഉള്ളിൽ നടക്കുന്ന ഒരു ക്ഷമ ഡെവലപ്പ് ചെയ്യുന്ന രീതിയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഡെവലപ്പ് ചെയ്യാൻ കളരി എടുക്കുന്ന എഫോർട്ടോ ഒന്നും നമ്മളെ പൊതുവായിട്ടുള്ള ഒരു സ്പേസിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം. അത് പതിയെ ഇപ്പം തേജസ് പറയും നമുക്ക് വേണ്ട, നമുക്ക് ചത്ത് കീറി പയറ്റുന്ന പയറ്റുകൾ കുറച്ച് നമുക്ക് എടുക്കണ്ട, നമുക്ക് പയറ്റാം, നമുക്ക് എടുത്തൊന്നും ഇടണ്ട, നമ്മളുടെ മാർക്കറ്റിങ്ങിനെ അത് ബാധിക്കും എന്നുള്ള സാധനം. അതായത് ആൾക്കാർക്ക് വരാനുള്ള മടി കുറയുന്നുള്ളൊരു സാധനം കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യുന്ന കുറച്ചുകൂടെ ഈ പറയുന്ന തേജസ് പറയുന്നതും വളരെ നല്ല കാര്യമാണ്. കാരണം കുറച്ചുകൂടെ അഗ്രസീവ് അല്ലാത്ത കുറച്ച് നല്ല കാര്യങ്ങൾ കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം അത് മാത്രമല്ല കളരി എന്നുള്ളൊരു സാധനം എപ്പോഴും അഗ്രഷൻ. ഇപ്പം നമ്മൾ രണ്ടുപേരും തമ്മിൽ പയറ്റുന്നതാണെങ്കിൽ അവർ തമ്മിലുള്ള കോർഡിനേഷൻ എപ്പോഴും ഉണ്ടെന്നേ. അവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളും ഉണ്ടാവും. ചിലപ്പോൾ ഇനിയിപ്പോൾ വെട്ട് കൊണ്ടാൽ തന്നെ അവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ കണ്ടു നിൽക്കാമെന്ന് തോന്നും ഇവൻ്റെ ശത്രുവാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അതാ ആ സമയത്തെ മെൻറ്റാലിറ്റിയാണ്. പക്ഷെ അത് കഴിയുമ്പോൾ ഓക്കെ ആവും. ഇപ്പോൾ ആ പയറ്റ് കാണുമ്പോൾ അതാ വിഷയമായത്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായത്. അടുത്തതായി നമ്മുടെ നിലംകളരിയിലാണേലും വളരെ യങ്ങായ ലേഡീസായ അനന്യയും അച്ചുവും അങ്ങനെ കുറേ അറ്റ് ദ സെയിം ടൈം പല ഏജ് ഗ്രൂപ്പിലുള്ള. അപ്പം കളരി എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സിനിമയിലാണെങ്കിലും ആണുങ്ങൾ ചെയ്തേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ പിന്നെ റീൽസൊക്കെ ഇറങ്ങിയാണ് ലേഡീസിന് ഇത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഡു യു തിങ്ക് ലേഡീസ് ഇറ്റ് ഈസ് ഗുഡ് ഫോർ ദം ടു ലേൺ എ മാർഷൽ ആർട്ട് ഓർ എന്താണ് അരവിന്ദിന് തോന്നിയിരിക്കുന്നത്? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അരവിന്ദിൻ്റെ കളരി വന്ന ലേഡീസ് പിന്നെയും വളരെ ഹാപ്പി ആയിട്ടാണ് അവർ വന്നതും നിൽക്കുന്നതും ഒക്കെ. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഹ്യൂമൻ ബീയിങ് എന്ന രീതിയിൽ എല്ലാ ആൾക്കാരും കളരി മീൻസ് ജെൻഡറിന് പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാത്ത രീതിയിൽ ജെൻഡർ നോക്കാതെ കളരി പഠിക്കുക എന്നുള്ളതാണ്. കാരണം അടിസ്ഥാനപരമായിട്ട് ഇത് നമ്മളുടെ ഫിറ്റ്നസ്സിനെ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യാം. ഇനി അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന എക്സ്ട്രാ ബെനിഫിറ്റുകൾ ഒരുപാടാണ്. നമ്മളുടെ മാനസികാരോഗ്യം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ ആൾക്കാർ കുറേ ആൾക്കാർ പറയും ജിമ്മിൽ പോയിട്ട് ഭയങ്കര വിരസമാവുന്നു, മീൻസ് കുറേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അപ്പോഴും അവർ കളരി നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഒരേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ വിരസമായിട്ട് ജിമ്മിൽ നിന്ന് വരുവാണെങ്കിലും ശരി, കളരി ആദ്യത്തെ കുറച്ച് നാളുകളിൽ മാത്രമേ ഡിഫറെൻറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ നേർകാലും എല്ലാം കോൺകാലും അല്ലെങ്കിൽ എന്താണോ തുടക്കം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ വേറൊരെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ലിബറേറ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സുകൾ കളരിയിലുണ്ടെന്നുള്ള. ജിമ്മിൽ ഒരു സ്ഥലത്ത് നിന്ന് ലിമിറ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റുകൾ ചെയ്യുന്നു എന്നതിനേക്കാൾ ഉപരി കളരിയിലോട്ട് വരാൻ നേരത്ത് അല്ലെങ്കിൽ ഒരു മാർഷൽ ആർട്ടിലോട്ട് വരാൻ നേരത്ത് കുറച്ചും കൂടെ വൈഡായിട്ട് നമുക്ക് നമ്മളെ ശരീരത്തിനെ യൂസ് ചെയ്യാൻ പറ്റും. അതൊരു അഡ്വാൻറ്റേജാണ്. പക്ഷേ ജിമ്മിൻ്റേതായിട്ടുള്ള വേറെ അഡ്വാൻറ്റേജ് കുറേ ഉണ്ട്. അതിന് മസിൽ ബിൽഡിങ്ങും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേറൊരു സംഗതികളൊക്കെ ഉണ്ട്. പക്ഷെ കളരി വരാൻ നേരത്ത് വേറൊരു രീതിയിലാണ് വർക്ക് ചെയ്യുക. അപ്പം അങ്ങനെ നോക്കാൻ നേരത്ത് ഒരു ജെൻഡർ എന്ന രീതിയിൽ നിൽക്കാതെ അല്ലെങ്കിൽ ആണുങ്ങൾക്ക് മാത്രമേ കളരിയുള്ളൂ, അതെനിക്കും ഞാൻ പഠിച്ചിരുന്ന സമയത്തൊക്കെ കൂടുതലും ആമ്പിളേർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ, പെൺപിള്ളേരൊന്നും ഇല്ലായിരുന്നു ക്ലാസ്സിലൊന്നും. ഇപ്പോഴാണ് പിള്ളേർ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു കാലഘട്ടത്തിൻ്റെ മാറ്റം ഉറപ്പായിട്ടും കളരിയിലോട്ടും കൂടി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെ. കാരണം ആ സമയത്തും വളരെ കുറച്ച് പെൺപിള്ളേർ 1-2 പെൺപിള്ളേരൊക്കെ വന്ന് കളരി ചെയ്യും എന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ വിദേശികൾ ആരെങ്കിലും വരണം, സ്ത്രീകളായിട്ടുള്ള വിദേശികൾ ആരെങ്കിലും വന്ന് കളരി ചെയ്യുന്നുള്ളതല്ലാതെ വേറെ സ്ത്രീകളാരും തന്നെ കളരി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത്. പക്ഷേ ഗുരുക്കളുടെ വൈഫ്, അതായത് കർണഗുരുക്കൾ തന്നെ കൈകുത്തിപ്പയറ്റ് ഒരുപാട് പഠിപ്പിച്ച. അപ്പോൾ അരങ്ങുരുക്കളുടെ മകൾ നിശ്ചയിച്ചി, അതായത് ഷാജി ഗുരുക്കളുടെ വൈഫ്, നന്നായിട്ട് കളരി ചെയ്യുന്ന ആളാണ്. അതുപോലെ ഗുരുക്കളുടെ മോള് ഒക്കെ കളരി ചെയ്യുന്നുണ്ട് നന്നായിട്ട്. പക്ഷേ അത് ആ ഒരു മീൻസ് അവരുടെ മക്കൾ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ് എന്ന രീതിയിൽ മാത്രം മുന്നോട്ട് പോകുന്നൊരു രീതിയായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് ഇപ്പം എനിക്ക് കുഞ്ഞു മക്കളൊക്കെ ആണെങ്കിലും ശരി, എനിക്ക് ഒറ്റ 2 ക്ലാസ്സിൽ 2 ആൺകൊച്ചുങ്ങളേ ഉള്ളൂ, ബാക്കിയെല്ലാം കുഞ്ഞു പെൺപിള്ളേരാണ്. അവരൊക്കെ വന്ന് കുഞ്ഞു മക്കളെ ഇപ്പോൾ എത്ര 10 വയസ്സ് വരെയുള്ള പിള്ളേർ അവർ വന്ന് ഇപ്പോൾ മീൻസ് കളരിയൊന്നും അല്ല, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയും ചാടിയൊക്കെ നടക്കുകയാണെങ്കിൽ ശരി, ഒരു 10-40 മിനിറ്റോളം കളരിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അത് എക്സ്ട്രാ ബെനിഫിറ്റാണ് അവർക്ക് ഉറപ്പായിട്ട് അവരുടെ ലൈഫിൽ നിലനിൽക്കും. കാരണം
ഒരു സെൽഫ് ഡിഫെൻസ് എന്ന രീതിയിൽ അതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ആൾക്കാർ പറയുന്നത് എപ്പോഴും സെൽഫ് ഡിഫെൻസ് ഇപ്പോൾ സ്ത്രീകൾക്ക് കൂടുതൽ വേണം എന്നുള്ളൊരു സാധനം ആൾക്കാർ പറയുന്നുണ്ട്. ആ ഒരു രീതിയിലും കളരീനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. പിന്നെ കുറച്ചും കൂടെ എല്ലാവരും കളരി കയറ്റൊക്കെ പഠിക്കുകയാണെങ്കിൽ എല്ലാവരും അങ്ങനെ നന്നായി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ടല്ലോ. അല്ല എല്ലാവരും കളരിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പിന്നെ ആൾക്കാരുടെ മൈൻഡാണ്. കുറച്ച് പേർക്ക് അഗ്രസീവ് ആയിട്ടുള്ള രീതി ആയിരിക്കും വരിക, കുറച്ച് പേർക്ക് സമാധാനത്തിൻ്റെ ഒരു രീതി ആയിരിക്കും വരിക. എന്നാൽ പോലും കളരി ഒരു ക്ഷമ വളർത്തിയെടുക്കും. നമുക്ക് കുറച്ചുകൂടി ഇപ്പോൾ നമ്മൾ പറയാറില്ല ജപ്പാനാണ് ഏറ്റവും കൂടുതൽ ക്ഷമയുള്ള ആൾക്കാരെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവരുടെ ടീച്ചിങ് മീൻസ് അവരുടെ സ്കൂൾ തലത്തിൽ പോലും ആ കൾച്ചർ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അവർ ആ ക്ഷമേനെ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞ പോലെ നമ്മളും ഇതുപോലുള്ള മാർഷൽ ആർട്ടുകളൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് പിള്ളേർക്ക് വേറൊരു രീതി വളരും. അപ്പോൾ സത്യം പറഞ്ഞാൽ തന്നെ ഞാൻ ഡോണാഷൻ്റെ അടുത്ത് പോകുമ്പം കുറച്ച് കഴിയുമ്പോൾ ഈ സെയിം കാര്യം തന്നെയല്ലോ ചെയ്യണത്. എനിക്ക് മടി വരും, ഭയങ്കര മടിയില്ലാതെ. അതെ, ഇനിഷ്യലി. പക്ഷേ ഞാൻ ഈ ഒരു ബുക്ക് വായിച്ചിട്ടുണ്ട്, ആറ്റോമിക് ഹാബിറ്റ്സ്. അപ്പോൾ അതിൽ അവരിങ്ങനെ ഒരു കാര്യം പറയും, നമ്മൾ യൂഷ്വലി ഒരാൾ പോകുമ്പോൾ ഇപ്പോൾ കളരി പോവുകയാണെങ്കിൽ കളരി ഞാൻ എല്ലാം പഠിച്ച് സെറ്റപ്പ് ആവും. അതാണ് അയാളുടെ ഐഡിയ ഓഫ് സക്സസ്. അതായത് ഞാൻ നന്നായിട്ട് പടി പറ്റും, ഞാൻ ഇത്ര നാൾ കളരിയിൽ ജിമ്മിൽ ചേരുമ്പോൾ ഞാൻ 5-6 മാസം കൊണ്ട് പോകും, ഞാൻ ബോഡി ഉണ്ടാക്കും, ഞാൻ സെറ്റാകും. അതിൽ പറയുന്നത് ബട്ട് സെറ്റ് വെരി സ്മോൾ ഗോൾസ് ആസ് യുവർ സക്സസ്. അപ്പം ഞാൻ തന്നെ ഡോണിൻ്റെ അടുത്ത് പോയപ്പോൾ ഞാൻ എൻ്റെ ഗോൾ ഇങ്ങനെയാണ് വെച്ചിരുന്നത്, ഞാൻ പോയി കളരിയുടെ ഉള്ളിൽ നിന്ന് ഒന്ന് പൂത്തറ തൊട്ടാൽ അത് മതി, അതാണ് എൻ്റെ അന്നത്തെ കളരി. അപ്പോൾ ചില ദിവസം എനിക്ക് മടി തോന്നിയാൽ പോലും ചുമ്മാ പോയി പൂത്തറ ഇട്ടിട്ട് പോരാന്ന് പറഞ്ഞ് പോകും. മനസ്സിലായി. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ഐഡിയൽ രീതിയിലുള്ള ഭയങ്കര ഇതായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, കുറച്ചൊക്കെ ചെയ്യുള്ളൂ. ബട്ട് അത് ചെയ്ത് വന്നാണ് ഇപ്പോൾ ഉള്ളൊരു ലിറ്റിൽ മാസ്റ്ററി വന്നിരിക്കണത്. അപ്പോൾ അതാണ് എൻ്റെ ഒരു, അതെല്ലാവർക്കും വർക്ക് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങനെയാണ് എന്നെ തന്നെ അത് ചെയ്തത്. അപ്പോൾ എന്നുവെച്ചാൽ ഈ ഇൻട്രസ്റ്റ് ആയിട്ട് ക്ലാസ് എടുക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ട് പറയേണ്ടി വരും. നമ്മൾ എല്ലാ ദിവസവും ഇപ്പം വൈശു തന്നെ പറയുന്നത് എല്ലാ ദിവസവും പോയി അവിടെ നിൽക്കുക. അപ്പം പക്ഷേ വൈശുവിനെ ചെയ്യിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി എനിക്ക് ഉണ്ടെന്ന് ഞാനും കൂടെ അങ്ങ് വിചാരിക്കണം. മീൻസ് അവിടെ വരുന്ന ആൾക്കാർ മടി പിടിക്കുകയാണെങ്കിൽ ശരി, അവരുടെ മടീനെ ചേഞ്ച് ചെയ്ത് ചെയ്യിപ്പിക്കുക, കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ആക്കി എടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ഞാനും കൂടി, ഇപ്പം ഞാനും ഡോണും ആരാണോ പഠിപ്പിക്കുന്നത് അവരും കൂടി ഇനിഷ്യേറ്റീവ് എടുക്കണം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആക്ച്വലി. നമ്മൾ ഇപ്പോൾ ജിമ്മിൽ പോകുമ്പോൾ ചെയ്യുന്ന ലൈക്ക് ജിമ്മിൽ പോകുന്നു, നമ്മളവിടെ നിന്ന് അവിടെ അതിനിടയ്ക്ക് അവർക്ക് പ്രത്യേകിച്ച് കൂടുതലൊന്നും വേറെ ലിമിറ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സുകളല്ലേ അവിടെ ഉള്ളൂ. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒന്നിലെ വടിയിൽ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും മൂവ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ മെയ്പ്പേറ്റിൽ വേറെ എന്തെങ്കിലും വെറൈറ്റി സാധനങ്ങൾ പിടിക്കാം, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ കളരിനെ പറ്റി എന്തെങ്കിലും സംസാരിക്കാം, അങ്ങനെ മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ കുറച്ചും കൂടെ സ്പേസ് നമുക്ക് കിടപ്പുണ്ട് അവിടെ, കാര്യങ്ങൾ കിടപ്പുണ്ട്, കുറച്ചും കൂടെ നല്ല കാര്യങ്ങളെ പറ്റി നമുക്ക് പറയാനും ചെയ്യാനും കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു രീതിനെ അതും കൂടെ അപ്രോച്ച് ചെയ്ത് ഒരു ഇൻട്രസ്റ്റിംഗ് ക്ലാസ് ഡെവലപ്പ് ചെയ്ത് ഓരോ ദിവസവും കഴിഞ്ഞ സാധനത്തിന് റിപ്പീറ്റേഷൻ അല്ലാത്ത കുറച്ച് സാധനങ്ങളും എല്ലാം ചെയ്യുക. പക്ഷേ എന്നാലും കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡഡുമാണ്. പക്ഷേ അത് നിങ്ങൾ അറിയത്തില്ല. എന്ന് വെച്ചാൽ കഴിഞ്ഞ ക്ലാസ് ചെയ്ത അതായത് എല്ലാ ദിവസവും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കളരിയിലുണ്ട്, അതെല്ലാ ദിവസവും ഉണ്ടായിരിക്കും. പക്ഷേ അതിനിടയ്ക്ക് വരുന്ന കുറച്ച് സാധനങ്ങൾ ആണ് ചേഞ്ച് ചെയ്യുന്നത്. ആ ചേഞ്ചിങ് നിങ്ങളെ ഇതിനകത്ത് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ആക്കി എടുക്കാം. കാരണം ഒരു ദിവസം ചെയ്തതല്ല മറ്റേ ദിവസം ചെയ്തതെന്ന് നിങ്ങളൊരു ഫീല് വരും. അങ്ങനെ ക്ലാസ് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ. അതെ. അപ്പോൾ നമ്മൾ ഐ തിങ്ക് വി ഹാവ് കവേർഡ് മോസ്റ്റ് ഓഫ് ദ തിങ്സ് ദാറ്റ് ഐ വാണ്ടഡ് ടു കവർ. സോ ഇസ് ദർ സംതിങ് ദാറ്റ് യു വുഡ് ലൈക്ക് ടു ആഡ് ബിഫോർ വി എൻഡ് ദ പോഡ്കാസ്റ്റ്? എന്തെങ്കിലും അരവിന്ദിന് പറയാനോ? ഇല്ല, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. നമുക്ക് കളരിനെ പറ്റി സംസാരിക്കാനാണ് കുറേ സംസാരിക്കാനാണ്. നമുക്ക് ഇങ്ങനെ എപ്പിസോഡുകളായിട്ട് പോകാൻ പറ്റും. അതിൻ്റെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മെയ്പ്പേരിനെ പറ്റി കുറേ നേരം സംസാരിക്കാം, ആയുധങ്ങളെ പറ്റി സംസാരിക്കാം. നമ്മളിപ്പോൾ അതൊന്നും ടെക്നിക്കലായിട്ടുള്ള ഒരു വശങ്ങളെയും പറ്റി സംസാരിച്ചിട്ടില്ല, ഫിലോസഫിക്കലായിട്ടുള്ള ഒന്നും സംസാരിച്ചിട്ടില്ല. ജസ്റ്റ് എങ്ങനെ എൻ്റെ ഒരു ജീവിതത്തിൽ കളരി എങ്ങനെ ഇൻഫ്ലുവൻസ് ആയി വന്നു എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ. അതിപ്പം തീർച്ചയായിട്ടും എന്താ പറയുക, എൻ്റെ വീട്ടുകാർ തന്നെയാണ് എന്നെ ഇൻഫ്ലുവൻസ്, മീൻസ് പാപ്പാന്ന് വിളിക്കുന്നത്. പിന്നെ എൻ്റെ മാമൻ രാജു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി, അവർ രണ്ടും കളരിയായിട്ട് റിലേറ്റ്. പുള്ളി ഭയങ്കര ബുദ്ധിസ്റ്റ് വേയിൽ കളരീനെ മനസ്സിലാക്കുന്നൊരു മനുഷ്യനാണ് രാജു എന്ന് പറഞ്ഞിട്ടുള്ള
പുള്ളി ഇപ്പോൾ ജർമ്മനിയിൽ കളരിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക അങ്ങനെ. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ആക്ച്വലി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ ചെയ്ത് അവരെ നമ്മളെ അങ്ങ് കളരിയിലേക്ക് എത്തിച്ചു അല്ലെങ്കിൽ കൊണ്ടിട്ടു. പിന്നീട് നീ തന്നെ വളർന്നു. അവർ പോലും വിചാരിച്ചില്ല ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നു, ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഇപ്പോൾ എൻ്റെ അടുത്ത് മാമൻ വിളിക്കുമ്പോൾ എപ്പോഴും പറയും എന്തൊക്കെ മുടങ്ങിയാലും മെയ്പ്പേറ്റ് നിർത്തരുതെന്ന്. മീൻസ് മെയ്പ്പേറ്റ് നിർത്തുന്നതിന് കളരി നിർത്തരുത്. വേറെ എന്തൊക്കെ വന്നാലും ശരി നിനക്ക് ജീവിക്കാനത് എന്തെങ്കിലും ഒരു വഴി കണ്ടോ. നീ പെയിൻ്റ് അടിക്കാൻ പോക്കോ, പക്ഷെ എന്നാലും മെയ്പ്പേറ്റ് ചെയ്തോളൂ. അല്ലെങ്കിൽ നിൻ്റെ മനസ്സ് നന്നായിട്ടിരിക്കുകയല്ലെന്ന് പറയും. മീൻസ് ഒന്നുമില്ല, അതായത് ഞാൻ കളരി എന്ന് പറയുന്നൊന്നുമില്ല. എന്ത് വർക്കൗട്ടാണെങ്കിലും ശരി നമ്മൾ എല്ലാ ദിവസവും ചെയ്യാനുള്ള കാര്യം മീൻസ് ഒരു സ്ഥിരമായിട്ടുള്ളൊരു ചിട്ടയായിട്ടുള്ളൊരു നമ്മളുടെ ജീവിത രീതി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ ഉറപ്പായിട്ടൊരു നമുക്ക് നമ്മളുടെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട് ഉൾപ്പെടുത്തണം. നമ്മൾ ഈ ചത്ത് കിടന്ന് പണിയെടുക്കുന്നതിനെ തന്നെ നമുക്ക് വേണ്ടിയിട്ടാണെങ്കിലും അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന നമ്മളുടെ ബോഡിയും മൈൻഡിനെ നമ്മൾ കൺസിഡർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം മാറ്റി വയ്ക്കുക, വർക്കൗട്ട് ചെയ്യുക. എന്താണെങ്കിലും ശരി, മാർഷൽ ആർട്ട് ആണെന്നൊന്നുമില്ല. മാർഷൽ ആർട്ട് പഠിച്ചാൽ അതിന് കുറച്ച് എക്സ്ട്രാ ബെനിഫിറ്റ്സ് നമുക്കുണ്ടാവും. എന്ത് തന്നെയാണ്, ജിമ്മാണെങ്കിലും ശരി, സുംബയാണെങ്കിലും ശരി, എന്ത് കൈൻഡ് ഓഫ് മൂവ്മെൻറ്റുകളാണെങ്കിലും ശരി ചെയ്യുന്നത് എപ്പോഴും നമ്മളുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യും. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണല്ലോ. ഇപ്പോൾ വൈശു ആണെങ്കിലും എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കി ഇതുകൊണ്ട് മാത്രമാണ് നമുക്കിത് പറയാൻ പറ്റുക. അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അത് പോഡ്കാസ്റ്റ് എടുക്കാനൊരു സെൽഫിഷ് റീസൺ അതാണ്. ഞാൻ കൂടുതലും ടെക്നിക്കൽ ഇത് പോകാത്ത എന്താണെന്ന് വെച്ചാൽ ടെക്നിക്കൽ തിങ്സ് എനിക്ക് അങ്ങനെ കണക്റ്റ് ആകാറില്ല. അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാൻ നേരത്ത് നമ്മളിങ്ങനെ വന്നിട്ട് കളരിയിൽ 4 സെക്ഷനുണ്ട്. ഒന്ന് മെയ്ത്താരി, കോൽത്താരി, അങ്കത്താരി, വെറുങ്കൈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒറ്റ ഇങ്ങനെയാണ്, ഒറ്റ 4-ാമത്തിൻ്റെ വായ്ത്താരി, വലപടി ബുക്ക് ഏറ്റുമില്ലെങ്കിൽ ഇടപടി മാറി കുടിയിൽ കുത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല. ആൾക്കാർക്ക് കുറച്ചും കൂടെ എങ്ങനെയാണ് കളരി ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതിനെപ്പറ്റി പറയുന്നതായിരിക്കും കുറച്ചുകൂടെ രസം കേൾക്കാൻ. ഒന്നാമത്തെ കാര്യം, കളരി എന്ന് പറഞ്ഞ് തന്നെ ആൾക്കാർക്ക് ഇങ്ങനെയാണ് അയ്യോ എന്നുള്ളൊരു സാധനം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ കടിച്ചാൽ പൊട്ടാത്ത വായ്ത്താരികളും കേട്ടാൽ മനസ്സിലാവാത്ത കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇതാവും. ടെക്നിക്കലായിട്ട് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും. പക്ഷേ അർച്ചനാക്കയുടെ പോഡ്കാസ്റ്റിൽ ഞാൻ കുറച്ചും കൂടെ എന്താ പറഞ്ഞ ഒരു സയൻറ്റിഫിക്കായിട്ട് സംസാരിക്കാൻ ശ്രമിച്ച് കുറച്ചും കൂടെ നമ്മളുടെ മെൻ്റൽ ഹെൽത്തുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയാണെന്ന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ഓൾറെഡി. സാധാരണ കളരി ആൾക്കാരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ മിത്തിക്കലായിട്ടുള്ള കാര്യങ്ങളും ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങളും മാത്രമേ സംസാരിക്കാവുള്ളൂ. ആരും ശാസ്ത്രീയമായിട്ട് അതിനെ അടയാളപ്പെടുത്തി കണ്ടിട്ടില്ല എന്നുള്ളൊരു അങ്ങനത്തെ കുറച്ച് കമൻസുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ സംസാരിച്ചാൽ മാത്രമേ ആൾക്കാർക്ക് കണക്റ്റ് ആവുള്ളൂ. ഇല്ലെങ്കിൽ വെറുതെ നമ്മൾ മറ്റേ വെള്ളത്തിൽ വരയ്ക്കുന്ന വരെ പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടങ്ങ് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. ആൾക്കാർക്ക് കണക്റ്റഡ് ആവില്ല. അതെ, അത് ശരിയാണ്. ചിലവർ കുറച്ച് ഇൻ്റലക്ച്വൽ ഇതുള്ള ആൾക്കാർക്ക് സയൻറ്റിഫിക് റീസൺസും അതൊക്കെ വേണം. പേഴ്സണലി ഞാൻ കുറച്ച് ഇമോഷണലും ഫീലിങ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ആളാണ്. ഞാൻ കൂടുതലും ഒരു ആർട്ടോ അതല്ല നോക്കണം, അതിൻ്റെ പുറകിൽ ഉള്ള ആൾ ജെന്യൂൻ ആണോ ഒത്തൻറ്റിക് ആണോ എന്നുള്ളതാണ് ഞാൻ എപ്പോഴും നോക്കണത്. അങ്ങനെ ഒരാളുടെ കൂടെ നിന്നാലേ എനിക്ക് കണക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഞാൻ നോക്കണ ഓഡിയൻസും മീൻസ് ഈ പോഡ്കാസ്റ്റ് എത്ര 100 പേരോ ചിലപ്പോൾ 50 പേരോ ഒക്കെ കേൾക്കുള്ളൂ. പക്ഷെ അത് കേൾക്കണവരും അങ്ങനെ കണക്റ്റ് ആകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ആൻഡ് യു നോ ഇല്ല ആൻഡ് ദേ സ്റ്റാർട്ട് ഡൂയിങ് കളരി എന്നുള്ളതാണ് ഒരു ആഗ്രഹം. അപ്പം hopefully I think we can slowly end the podcast. So thank you Aravind for joining us today. അപ്പം hopefully നിലം കളരി വളരട്ടെ. അതിൻ്റെ കൂടെ നമ്മുടെ ജോഷന്റെ സൗണ്ട് ഹീലിംഗ് സൗണ്ട് ഹീലിംഗും കളരിയും ഭയങ്കര ബെസ്റ്റ് കോമ്പിനേഷനാണ്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് ഒരു വർക്ക്ഷോപ്പിനെ പറ്റി സംസാരിച്ച് വർക്ക്ഷോപ്പ് നടത്താനുള്ളൊരു പ്ലാനൊക്കെ ചെയ്യുന്നത്. കാരണം ഈ വടിയും സൗണ്ട് ഹീലിങ്ങിൻ്റെയും കൂടെ ഒരു വർക്ക്ഷോപ്പാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതലും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കമൻറ്റ് വടി പയറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടത്, ലുട്ടാപ്പി യോഗയിൽ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് പനമ്പള്ളി നഗർ. അപ്പോൾ അവിടെ 2 സ്ത്രീകൾ ഇങ്ങനെ വടി പയറ്റുന്നു. അവർ പറയുന്നത് വടി പയറ്റുന്ന സൗണ്ട് ഈസ് ഹീലിംഗ് എന്നാണ് അവർ പറയുന്നത്. ശരിയാട്ടോ, ആ വടിയുടെ സൗണ്ട് കേൾക്കുന്ന ഒരു ഹീലിംഗ് സാധനമാണെന്ന് പറയുന്നത്. അപ്പോഴാണ് ജോഷൻ എൻ്റെ അടുത്ത് പറയുന്നത് നമുക്ക് സൗണ്ട് ഹീലിങ്ങും കളരിയും കൂടെ അങ്ങനെ ചേർത്തിട്ട് ഒരു വർക്ക്ഷോപ്പ് നടത്തിയാലോ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ
ഇങ്ങനൊരു കമൻറ്റ് എനിക്ക് കിട്ടിയതുകൊണ്ട് അപ്പോൾ വടി കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആണ്. നമ്മൾ ഇതൊക്കെ മറ്റേ കളരിയുടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങളാണ്. എന്താണെങ്കിലും ശരി, അവയർനെസ് ആണ് കളരിപ്പയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ വടി പയറ്റുമ്പോഴും വാള് പയറ്റുമ്പോഴും നമ്മളെ പ്രസൻറ്റ്, അതായത് മൊമെൻറ്റിൽ നിന്നില്ലെങ്കിൽ നമ്മൾ വേറെ ഇപ്പോൾ നമ്മൾ സംസാരിച്ച് വടി പയറ്റ് നമ്മൾ രണ്ടുപേരും വടി പയറ്റിക്കൊണ്ടിരിക്കുക, ഞാൻ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അടി നമുക്കിട്ട് വടിപ്പയറ്റിനിടെ ആ സാധനങ്ങൾ അതിപ്പോൾ നമ്മുടെ കയ്യിൽ വാളാണെങ്കിലും ഒന്ന് ഓർത്തു പോകുന്നത്, അതൊക്കെയാണ് വിഷയം. അപ്പോൾ ഫോക്കസ്ഡ് ആകും നമ്മൾ, ഭയങ്കര അവെയർ ആയിട്ടിരിക്കണം. മെയ് കണ്ണാകുന്നുള്ള കൺസെപ്റ്റ് തന്നെ ഈ ഫോക്കസ് അവെയർനെസ്സിനെ ബേസ്ഡാണ് കളരി പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാധനം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ജോഷൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ജോഷനെ നമ്മളെ ഹീൽ ചെയ്ത് ഇങ്ങനെ കടത്തും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജോഷനുമായിട്ട് ഇങ്ങനെ കൊളാബ് ചെയ്ത് കളരിയും ഇതെനിക്ക് തോന്നുന്നു ഇതുവരെ അങ്ങനെ ആരും ചെയ്തിട്ടുണ്ടാവില്ല. കളരി സൗണ്ട് ഹീലിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ട് തീർച്ചയായിട്ടും ജോഷൻ്റെ തന്നെ ഐഡിയ ആണ് കളരിയായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിങ്ങനെ ഒരു സൗണ്ട് ഹീലിംഗ് ചെയ്യാമെന്ന് പറയുന്നത്. കാരണം ജോഷനാണത് കുറച്ചും കൂടെ മനസ്സിലാകുക. കാരണം എനിക്ക് സൗണ്ട് ഹീലിംഗ് അറിയത്തില്ല, ജോഷന് കുറച്ച് കളരി എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോൾ ജോഷന് മാത്രമേ അങ്ങനെ ഒരു തോട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ജോഷന് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു. അപ്പോൾ എനിക്കും അത് ഓക്കെ ഫൈൻ കൊള്ളാലോ എന്നൊരു തോന്നി. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ പതിയെ ജൂലൈ 19-ാം തീയതി ഒരു വർക്ക്ഷോപ്പ് ഇങ്ങനെ കളരിയുടെ വടിപ്പയറ്റും ജോഷൻ്റെ സൗണ്ട് ഹീലിംഗും അതിൻ്റെ കൂടെ ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്ങും ഒക്കെ ആയിട്ട് ഒരു സാധനം പിടിക്കാമെന്ന് വിചാരിച്ച്. എങ്ങനെയാ മീൻസ് ഒരു എക്സ്പീരിയൻസ്, പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക, അത് ട്രൈ ചെയ്യുക, അത് വർക്കാവണമെങ്കിൽ ഓഫ് കോഴ്സ് വർക്കാവുമല്ലോ. മീൻസ് നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, എല്ലാവർക്കും മനുഷ്യന്മാർക്ക് സമാധാനം കിട്ടുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഉറപ്പായിട്ടും വർക്കാവട്ടെ എന്നുള്ള രീതിയിൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. അപ്പം പോഡ്കാസ്റ്റ് ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യണമെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ചെയ്യുക. ഞാനത് അധികം പ്രൊമോട്ട് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെ ഇപ്പോൾ അങ്ങനെ അധികം സബ്സ്ക്രൈബ് ചെയ്യാറില്ല അങ്ങനെ ചാനലുകൾ. ഇപ്പോൾ കുറേ കോണ്ടൻറ്റിൻ്റെ ഒരു ഡെർത്താണ്. അപ്പോൾ ഓവർലോഡ് കോണ്ടൻറ്റും ഇസ് നോട്ട് ഗുഡ് ഫോർ എ പേഴ്സണൽ. നമുക്കിപ്പം കളരിയിൽ എനിക്കിപ്പോൾ വരാൻ പറ്റിയത് തന്നെ എന്താണെന്ന് വെച്ചാൽ ഇത്ര ഫോക്കസ്ഡ് ആയിട്ട് ഞാനിപ്പോൾ അത് ഇൻസ്റ്റാഗ്രാമോ ഒന്നും യൂസ് ചെയ്യില്ല. യൂട്യൂബിൽ തന്നെ വൺസ് ഇൻ എ വൈൽ ഇതേപോലെ ഒരു പോഡ്കാസ്റ്റ് ഇട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്കൊരു ക്ലാഷ് തോന്നി, ഞാൻ സ്വന്തം യൂസ് ചെയ്യില്ല, ബാക്കിയുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടായിരിക്കും. എനിക്കത് കാരണം ഒരു മടിയാണ് സത്യം പറഞ്ഞാൽ. അത് കാരണം നിങ്ങളിത് കണ്ടാൽ നല്ലത് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യേണ്ട, പ്ലീസ് കം ടു ദ കളരി എന്ന് ഞാൻ പറയുന്നത്. അത് അതെ, വരിക, പ്രാക്ടീസ് ചെയ്യുക. സോ താങ്ക് യു അരവിന്ദ് ആശാൻ, താങ്ക് യു സോ മച്ച്. അണ്ടിൽ നെക്സ്റ്റ് ടൈം നമുക്ക് തേജസ് ആശാനെ പിടിക്കാം. അതെ, തീർച്ചയായിട്ടും. തേജസ്, ഡോണ്, അതെ, ഡോൺ ആശാൻ, 3 പേരുടെയും കൂടെ ഒരു പോഡ്കാസ്റ്റ്. അതെ. ഓക്കെ.